പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വീണ്ടും ഇടവേളയ്ക്ക് ശേഷം ജോസിന് എത്തിയിരിക്കുകയാണ്. അതെ, ജോസിനെ കാണാത്തോണ്ട് എല്ലാരും വിഷമിച്ചിരിക്കുകയായിരുന്നു. ജോസിന് എത്തിയിരിക്കുകയാണ്. നമ്മൾ അന്ന് ഓണത്തിനെടുത്തപ്പോഴല്ലായിരുന്നു ജോസിന് സ്പെഷ്യലായിട്ട് ഓണാശംസകളൊക്കെ പറഞ്ഞത്. ആ കുട്ടി വീണ്ടും വരാഞ്ഞത് എനിക്ക് തോന്നുന്നു ജോസിന് ഇല്ലാത്തോണ്ടായിരിക്കാം. ജോസിന് വന്നിട്ടുണ്ട്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം എന്റെ ആരാധകർക്ക് ആശ്വാസം നൽകിക്കൊണ്ട് എത്തി. നവംബർ 21 വ്യാഴാഴ്ച ജോസിന് അങ്ങനെ എത്തിയിരിക്കുകയാണ്. എല്ലാരും ആഹ്ലാദിപ്പിക്കും, ചുമ്മാ ഫണ്ണ്. ഓക്കെ, അപ്പം ഇന്ന് വ്യാഴാഴ്ച 21-ാം തീയതി നവംബർ. അങ്ങനെ നവംബറും തീരാറായി. അവസാന 10 ദിവസങ്ങളിലേക്ക് എണ്ണി തിട്ടപ്പെടുത്തുകയാണ്. ഒരു വർഷം തീരാൻ പോണു. ഡിസംബറായി, മഞ്ഞായി, മഴയായി, ക്രിസ്മസ് ആയി. അതെ, ഡിസംബർ ആകാറായി. ആയിന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ മഞ്ഞായി, മഴയായി. അതെ, വെയിലും കൊണ്ടിന്റെ കുറവുള്ളൂ. രാവിലെ തൊട്ട് രാത്രി തൊട്ട് വെളുപ്പിനെ വരെ മഞ്ഞ്, രാവിലെ തൊട്ട് ഉച്ച വരെ മഴ, ഉച്ച കഴിഞ്ഞാൽ അങ്ങോട്ട് വെയില്. വല്ലാത്തൊരു കാലാവസ്ഥയാണ് ഇപ്പം നമ്മുടെ നാട്ടിലല്ലേ. കൊള്ളാം തന്നെയാണെങ്കിലും അത് നല്ല കാലാവസ്ഥയല്ലേ, അത് നമുക്ക് ഫിസിക്കലി ഭയങ്കര പ്രോബ്ലം ഉണ്ടാക്കും. അങ്ങനത്തെ ഒരു സാധനം അത് കുട്ടിക്ക് അറിയില്ല, നമുക്കും അറിയില്ല, എനിക്കും അറിയില്ല. പക്ഷെ എന്നാലും നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കാൻ സാധ്യത കൂടും. കാരണം പെട്ടെന്ന് കാലാവസ്ഥ ചേഞ്ച് ചെയ്യും തോറും നമുക്ക് അങ്ങനത്തെ വ്യത്യസ്തമായ അസുഖങ്ങളും പലതരമായ ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് കൂടും. ഒരു ഫിക്സഡ് ആയിട്ടുള്ള അതാണ് നമ്മുടെ ഒരു ടൈമിൽ ഇത്ര നേരം മഞ്ഞ് കൊണ്ടിട്ട് പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് അസുഖം വരും. അത് തന്നെയാണ് അതിനകത്തും. ഇപ്പൊ രാവിലെ തൊട്ട് ഇത്ര നേരം തണുപ്പിച്ചിട്ട് പെട്ടെന്ന് മഴ പെയ്യുന്നു, മഴയത്ത് നനഞ്ഞിരിക്കുന്ന സമയത്ത് പിന്നെ വെയിൽ വരുന്നു, ഭയങ്കര സ്കിൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടും. അപ്പൊ എല്ലാവരും അത് ശ്രദ്ധിക്കുക. പിന്നെ അത്യാവശ്യമായിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. വെള്ളം പറയുമ്പോൾ തന്നെയാണ് വെള്ളത്തിനകത്തും പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം വെള്ളം എപ്പോഴും സുരക്ഷിതമാക്കുക. ആ കുടിക്കുന്ന വെള്ളത്തിൽ പോലും ഇപ്പൊ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുമൂലം ഭയങ്കര രോഗങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ കണ്ടുപിടിക്കുക, സ്വയം പ്രൊട്ടക്ട് ചെയ്യുക. നമ്മളെ കണ്ടുപിടിക്കാനല്ല, നമുക്ക് കണ്ടുപിടിക്കാലോ. നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണല്ലോ നമ്മളത് കണ്ടുപിടിക്കുന്നത്. കണ്ടുപിടിക്കേണ്ട രീതി കണ്ടുപിടിക്കുക, അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കുക. അതാണ്. അപ്പൊ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ചെല്ലാം. നമ്മുടെ പത്രവാർത്താസ് തുടങ്ങാം അല്ലെ. പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് എല്ലാ പത്രത്തിലും ഡിഫറെന്റ് ആയിട്ടുള്ള വാർത്തകളാട്ടോ പ്രധാനമായിട്ട് കൊടുത്തേക്കുന്നത്. പലതിനും പല വാർത്തകൾ. അപ്പം ആദ്യം നമുക്ക് ഏറ്റവും എല്ലാവർക്കും സന്തോഷമുള്ള ഒരെണ്ണം പറയാം. സന്തോഷകരമായ ഒരു വാർത്ത. ഇന്ന് കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന 2 വ്യക്തികൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒന്നാമത്തെ വ്യക്തി ആരാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, പത്രവാർത്താസിലേക്ക് ജോസ്. അങ്ങനെ അതെ, ഞാൻ തന്നെ. നമ്മളെ എല്ലാവർക്കും പ്രിയപ്പെട്ട, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഫുട്ബോളിന്റെ രാജാവ് അങ്ങനെ കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്താൻ പോവുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടീം കേരളത്തിലേക്ക് കളിക്കുന്നതിന് വേണ്ടി ഫുട്ബോൾ ആരാധകരുടെ നെഞ്ചിലേക്ക് ഇടം വീണ്ടും തറപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ മണ്ണിൽ നമ്മുടെ കൊച്ചി സ്റ്റേഡിയത്തിൽ കളിക്കാൻ വരികയാണെന്നുള്ളൊരു മഹാസംഭവമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെയാണ് സംഭവം അറിയുന്നതെങ്കിലും ഇന്നത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഹെഡിങ്, സ്പോർട്സ് പേജിൽ മാത്രമല്ല ഫ്രണ്ട് പേജിൽ തന്നെ ഏറ്റവും മിന്നുന്ന വാർത്തയായിട്ട് വന്നിരിക്കുന്ന വാർത്തയാണ് ഫുട്ബോളിന്റെ മിശിഹായെ വരവേൽക്കാൻ കേരളം തയ്യാറാവുകയാണെന്നാണ് അല്ലെ. എന്താണ് വിവരങ്ങൾ? ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ അർജന്റീന ടീം കേരളത്തിലെത്തുമെന്ന് ഉറപ്പായതോടെ ആവേശത്തിലാണ് ആരാധക ലക്ഷങ്ങൾ. അടുത്ത വർഷം സൗഹൃദ മത്സരം കളിക്കാൻ അർജന്റീന വരുമെന്ന് ഇന്നലെ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഔദ്യോഗികമായി അറിയിച്ചു. 2 മത്സരങ്ങളുണ്ടാവും. വേദി കൊച്ചിയാവാനാണ് സാധ്യത. തിരുവനന്തപുരത്തിനും പ്രതീക്ഷിക്കാം. ഖത്തർ, ജപ്പാൻ ടീമുകളെയാണ് എതിരാളികളായി പരിഗണിക്കുന്നത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി സ്പെയിനിൽ വെച്ച് കായികമന്ത്രി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. കൂടുതൽ ചർച്ചകൾക്ക് അർജന്റീന അസോസിയേഷൻ അധികൃതർ ഉടൻ കേരളത്തിലെത്തും. തുടർന്ന് സംയുക്തമായി പ്രഖ്യാപനം നടത്തും. അർജന്റീന ടീമിന്റെ സന്ദർശനം സ്പോൺസർ ചെയ്യാൻ വ്യാപാരി സമൂഹം സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷനും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും രംഗത്തുണ്ട്. അതെ, അങ്ങനെ കുറെ നാളത്തെ വർഷത്തെ കാത്തിരിപ്പാണ്. ഒരു പരിധിവരെ പറയുകയാണെങ്കിൽ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷൻ, ഇന്ത്യയുടെ ഓൾറൗണ്ട് ആയുള്ള ഒരു ഫുട്ബോൾ അസോസിയേഷൻ ഉണ്ട്. അവർ വരെ വിചാരിച്ചിട്ട് സാധിക്കാത്ത, അല്ലെങ്കിൽ അവർ ഒരു ഒഴിഞ്ഞു മാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു തരത്തിൽ അർജന്റീന ഇങ്ങോട്ട് കളിക്കാൻ വരാമെന്ന് അർജന്റീന ടീം എന്ന് പറഞ്ഞ സമയത്ത് പോലും ഇന്ത്യയിലെ പല പ്രമുഖന്മാരും അല്ലെങ്കിൽ സ്പോർട്സ് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ആൾക്കാർ അതിന് പറ്റത്തില്ല, ഇന്ത്യയിൽ അത്രത്തോളം ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ
കേരളത്തിന്റെ സ്പോർട്സ് കായിക മന്ത്രി അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹം പരിശ്രമിക്കും, ഇല്ലെങ്കിൽ കേരള സർക്കാർ പരിശ്രമിച്ച് അർജന്റീനയെ കേരളത്തിൽ കളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കായിക മന്ത്രി നമുക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്ക് പാലിച്ചിരിക്കുകയാണ്. വരുമോ എന്നുള്ളത് കുറെ കടമ്പകൾ ഇനിയും ഉണ്ട്. എന്നാൽ പോലും ആദ്യ പടി ചവിട്ടിയിട്ടുണ്ട്. ആദ്യ പടി ചവിട്ടാത്ത പലരും നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് അദ്ദേഹം ആദ്യ പടി ചവിട്ടി ഇവിടേക്ക് എത്തിക്കാൻ ഉള്ളൊരു ന്യൂസ് ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, മെസ്സി കളിക്കാൻ വരുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം നിലനിൽക്കുന്നുണ്ട്. ഫുട്ബോൾ ഇതിഹാസം അല്ലെങ്കിൽ ലോകകപ്പ് നേടിയിട്ടുള്ള ടീമിന്റെ മെയിൻ പ്ലെയർ കളിക്കാൻ വരുമോ എന്നുള്ള കാര്യത്തിൽ കുറെ ചർച്ചകൾക്ക് ശേഷം മാത്രം വിധി എഴുതാൻ സാധിക്കൂ എന്നുള്ളൊരു രീതിയിലൊക്കെ സംസാരം വരുന്നുണ്ട്. ഇതിലൊക്കെ കൺഫേം ആക്കാൻ ഇനിയും കുറെ പടികൾ ചവിട്ടേണ്ടതുണ്ട്. എങ്ങനെയാണെങ്കിലും കളി ചവിട്ടി മെയിൻ വരുന്നത് അടുത്ത വർഷം ഈ സമയമൊക്കെ ആവും. അതായത് 2025 ഡിസംബറോടെ ആയിരിക്കും കളി നടക്കുകയാണെങ്കിൽ വരുന്നത്. മെയിനായിട്ട് കൊച്ചി, എറണാകുളം തുടങ്ങിയ കൊച്ചി, തിരുവനന്തപുരം തുടങ്ങിയ സ്റ്റേഡിയം ആണ് പ്രിഫർ ചെയ്യുന്നത്. അവര് ഇതിന്റെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജന്റീനയിലെ ഫുട്ബോൾ അസോസിയേഷൻ വരണം, ഇവരുടെ ഗ്രൗണ്ട് ചെക്ക് ചെയ്യണം, പല കാര്യങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ സ്റ്റേഡിയം പറ്റുന്നതാണോ ഉള്ളതൊക്കെ ഭയങ്കരമായിട്ടുള്ള ചർച്ചകൾക്ക് വിധേയമാകുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് അർജന്റീനയ്ക്ക് വരാൻ പറ്റത്തുള്ളൂ. ഇതെന്താണെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്, കറക്റ്റാണത്. അർജന്റീന ടീം കളിക്കാൻ എത്തുന്നത് കേരളത്തിന്റെ ഫുട്ബോൾ പ്രണയത്തിനുള്ള അംഗീകാരമാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ നിരവധി ആളുകളാണ് ഇപ്പൊ ഫുട്ബോളിനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നത്. നമുക്ക് മലപ്പുറം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിന്റെ ഒരു പീക്കാണ് അവിടെയൊക്കെ. അപ്പൊ കളി നടന്ന സമയത്തും ഏറ്റവും കൂടുതൽ ആരാധകർ ഉണ്ടായിരുന്നത് കേരളത്തിലാണെന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ആ സമയത്തൊക്കെ അതാണ് കേരളത്തിലെ ഫാൻസ് എന്ന് പറയുമ്പം. അപ്പം അവരുടെ മെസ്സിയൊക്കെ ഇവിടെ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നം കാണുന്നതിന് തുല്യമാണ്. അതൊക്കെ നേരിട്ട് കാണാൻ കിട്ടുന്ന ഭാഗ്യം എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്നുള്ള എല്ലായിടത്തും അവിടെ എത്തും. കാരണം അപ്പൊ കേരളത്തിന്റെ ഒരു വികസനം എന്ന് പറയുന്ന സാധനം അതിനകത്തും ഉൾപ്പെടുന്നു. അത് എവിടെ നിന്നൊക്കെ ആള് വരും. ഇന്റർനാഷണൽ എയർപോർട്ടിന് ചെലവ് കൂടും, ഹോട്ടൽസിന് ചെലവ് കൂടും, ഫുഡിന് ചെലവ് കൂടും, ടൂറിസ്റ്റുകൾക്ക് ചെലവ് കൂടും, ഫുട്ബോൾ ആരാധകരുടെ ചെലവ് കൂടും, മറ്റേ മെസ്സിയുടെ ടീഷർട്ടിന് വില കൂടും, ഫുട്ബോളിന് വില കൂടും. അങ്ങനെ നമ്മുടെ വികസനം ഒരു പാതയുടെ കാര്യം തന്നെ. 100 കോടി എന്ന് പറയുന്ന തുക വലിയൊരു തുക തന്നെയാണ്. പക്ഷെ ആ 100 കോടി നമുക്ക് ലാഭിക്കാൻ സാധിക്കും മെസ്സിയുടെ ഒറ്റ വരവ് കൊണ്ട് തന്നെ. ആ ഒരു ചെലവ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ ചെലവ് നമുക്ക് അതേപടി തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് 100% ഉറപ്പാ. ഒരുപക്ഷെ കളിയിൽ നിന്ന് മാത്രമല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞ ബിസിനസ്, വ്യവസായ, വ്യാപാര സംവിധാനത്തിലൂടെ ടാക്സി ഓടും, മെട്രോ ഓടും. എറണാകുളത്തൊക്കെ ആണെങ്കിൽ ചെലവുകള് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഒരു ഫിനാൻഷ്യൽ ഒരു സാധനവും ഉയർന്നു പോകും. മെസ്സി വന്ന് കളിക്കുക എന്ന് പറയുമ്പോൾ മെസ്സിയുടെ ഒരു കളി അല്ലെങ്കിൽ അർജന്റീന ടീമിന്റെ കളി കാണാൻ നമ്മുടെ കേരളത്തിൽ വരുന്നവർ മാത്രമല്ല, ഓൾ വേൾഡിൽ തന്നെ എല്ലാവരും ലൈവ് സ്ട്രീമിംഗ് കാണും. അത് ശരിയാ. അങ്ങനത്തെ പല കേരളത്തിലാണ് വന്നിരിക്കുന്നത്. അതെ, കേരളത്തിൽ സത്യം. കേരളം ഇനി അറിയപ്പെടാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ കേരളം എന്നുള്ള പേര് അവിടെ അറിയപ്പെടും. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള പല ഫാക്ടേഴ്സ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കി ഇനി അത് മുന്നോട്ട് പോട്ടെ. മുന്നോട്ട് മാത്രമല്ല, മെസ്സി വരട്ടെ, മെസ്സി വന്ന് കളി നടക്കട്ടെ എന്ന് നമുക്ക് ഇപ്പൊ തന്നെ കേരളത്തിന്റെ പേര് ഒരു പരിധി വരെ പൊങ്ങിക്കഴിഞ്ഞു. അത് ഇനി ഉയരട്ടെ. തീർച്ചയായിട്ടും അത് എന്താണെങ്കിലും അർജന്റീന വരും, കളിക്കും, അടിപൊളിയാക്കും. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മുടെ കേരളത്തിൽ ഇന്നലെ നടന്ന പാലക്കാട് വോട്ടിംഗ്. നമ്മുടെ രാഹുൽ മാങ്കൂട്ടവും സരിനൊക്കെ കൂടി മത്സരിച്ച് ജയിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് സരിനൊക്കെ നല്ല 25,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുമെന്ന് ഉറപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടവും 25,000 വോട്ടിന് വോട്ടുറപ്പിക്കുന്നു. അങ്ങനെ എല്ലാവരും 25,000 വെച്ചിട്ട് അവിടെ ആര് ജയിക്കുന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ഡൗട്ട്. പക്ഷെ പേഴ്സണലി പറഞ്ഞാൽ ആരാണോ ജയിക്കുന്നത്, ആര് ജയിച്ചാലും കുഴപ്പമില്ല. ആര് ജയിച്ചാലും പാലക്കാട് നല്ലത് കൊണ്ടുവരാൻ ശ്രമിക്കുക. പാലക്കാട് മാത്രമല്ല, എവിടെയാണെങ്കിലും നിങ്ങൾ നല്ലത് കൊണ്ടുവരാൻ ശ്രമിക്കുക. നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 70.51% പോളിംഗ് രേഖപ്പെടുത്തി. ആകെയുള്ള 1,94,706 വോട്ടർമാരിൽ 1,37,302 പേർ വോട്ട് ചെയ്തിട്ടുണ്ട്. 66,596 പുരുഷന്മാരും 70,702 സ്ത്രീകളും 4 ട്രാൻസ്ജെൻഡേഴ്സുമാണ് സമ്മതിദാന അവകാശം വിനിയോഗിച്ചത്. കഴിഞ്ഞ തവണ 74% പോളിംഗ്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 184 പോളിംഗ് ബൂത്തുകളിൽ 137ലും വൈകിട്ട് 6 മണിയോടെ പോളിംഗ് സമാപിച്ചു. 47 ബൂത്തുകളിൽ 6 മണിക്ക് എത്തിയവർക്ക് ടോക്കൺ നൽകി വോട്ടെടുപ്പ് പൂർത്തിയാക്കുന്നു.
നഗരസഭാ പരിധിയിലെ 104 ബൂത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലെ 80 ബൂത്തുകളിലുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനും UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടവും BJPയുടെ C കൃഷ്ണദാസും ഏറ്റുമുട്ടിയ ഉപതെരഞ്ഞെടുപ്പ് 10 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട 3 പേരും അതുകൂടാതെ 7 പേരും കൂടി ആകെ 10 പേരാണ് ഉണ്ടായിരുന്നത്. 10 പേർക്ക് ആകെ ഉണ്ടായിരുന്ന വോട്ടർമാർ 1,37,302 വോട്ടർമാരുണ്ടായിരുന്നു. ഇവര് 10 പേരും പറയുന്നു, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട 3 പേരും പറയുന്നു, എനിക്ക് 25,000 ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിക്കുമെന്ന്. അങ്ങനെയാണ് അവിടെ പറഞ്ഞത്. അവരുടെ സ്ട്രാറ്റജി, അവരുടെ പ്രതീക്ഷ. ആര് പ്രതീക്ഷിച്ചാലും കുഴപ്പമില്ല, ആര് ജയിച്ചാലും എന്താണെങ്കിലും പ്രമുഖ പാർട്ടിയിലെ പ്രമുഖ വ്യക്തികൾ ആയിരിക്കുമല്ലോ ജയിക്കാൻ സാധ്യതകൾ കൂടുതൽ. ഒന്നെങ്കിൽ LDF ജയിക്കാം, ഇല്ലെങ്കിൽ BJP ജയിക്കാം, അല്ലെങ്കിൽ UDF ജയിക്കാം. ആര് ജയിച്ചാലും പാലക്കാടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശ്രമിക്കുക, നല്ലത് ചെയ്യുക, നല്ല തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി മാത്രം ഒന്നും ചെയ്യാതെ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇതിനു വേണ്ടി, അതായത് ബെനിഫിറ്റ്സിന് വേണ്ടി മാത്രം ചെയ്യാതെ ജനങ്ങളുടെ ബെനിഫിറ്റ്സ്, അതായത് നമ്മളിപ്പോ ഒരു വർക്ക് സ്പേസിലാണെങ്കിൽ പോലും എംപ്ലോയീസിനെ കൺസിഡർ ചെയ്യുക. അങ്ങനെ ഒരു രീതിയിൽ തന്നെ നിങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്, ഒരു ബോസായിട്ട് നിങ്ങളെ കാണുന്നത്. പക്ഷെ അത് നിങ്ങൾ അധികാരം കാണിക്കുന്നതിന് പകരം അവരുടെ അവകാശത്തിന് വേണ്ടി കൂടെ നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിവാദമായ തെരഞ്ഞെടുപ്പായിരുന്നു. എന്തോരം കാരണങ്ങളാണ് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. കള്ളവോട്ട്, കുഴൽപ്പണം, മറ്റേ ബാഗിനകത്ത് ഷട്ടും പാന്റും മടക്കി വെച്ച അത് കുഴൽപ്പണം, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായ ഒരു വോട്ടായിരുന്നു, തെരഞ്ഞെടുപ്പായിരുന്നു. വലിയ പല കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങളും അവിടെ നേരിട്ടിട്ടുള്ളതായി പറയുന്നു. വോട്ടിംഗ് മെഷീന്റെ തകരാറ്, കള്ളവോട്ട് നടത്തി എന്നുള്ളൊരു പ്രശ്നം പറഞ്ഞു. കണ്ണ് കാണാത്തവര് കണ്ണ് കാണുന്നവര് തന്നെ കണ്ണ് കാണാത്തവരായിട്ട് വന്ന് മറ്റേ അംഗപരിമിതരുടെ അങ്ങനെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഇന്നലെ. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് പുറമെ എന്താണെങ്കിലും പാലക്കാടിൽ 70% വോട്ടിംഗ് രേഖപ്പെടുത്തി മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇന്നലെ ആണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തടയാനും ശ്രമം ഉണ്ടായി. അദ്ദേഹം എന്തോ വോട്ട് ചെയ്യുന്ന ഇടയിൽ വന്നിട്ട് വോട്ട് ചോദിച്ചു എന്നും പറഞ്ഞ്. സത്യം പറഞ്ഞാൽ വേറൊരു മെയിൻ പോയിന്റ്, രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം രാഹുൽ മാങ്കൂട്ടം വോട്ടില്ലാത്തൊരു ബൂത്തിൽ വന്നിട്ട് കേറി വന്നു, അങ്ങനെ ഒരു എന്തോ പ്രശ്നം ഉണ്ടായെന്നൊക്കെ പറഞ്ഞ് LDF BJP സ്ഥാനാർത്ഥികൾ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിക്ക് ബൂത്തിൽ വരാനുള്ള അവകാശം ഉണ്ടെന്നാണ് രാഹുൽ മാങ്കൂട്ടം അതിനെതിരെ സംസാരിച്ചിരുന്നത്. അപ്പം കുഴപ്പമില്ല, കാരണം വരാലോ, സ്ഥാനാർത്ഥിക്ക് അതെ വരാൻ തെറ്റൊന്നുമില്ല. അപ്പം അത് എന്തിനാണെന്ന് മനസ്സിലായില്ല. അതോടൊപ്പം തന്നെ വേറൊരു പ്രധാനപ്പെട്ട നമ്മുടെ പാലക്കാടിലെ തന്നെ നമ്മൾ വിശദമായിട്ട് ന്യൂസ് ചെയ്യുന്നതായിരിക്കും. പാലക്കാട് മാത്രമല്ല, ജാർഖണ്ഡിലും മികച്ച പോളിംഗ് ഉണ്ടായിരുന്നു. ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും വോട്ടിംഗ് ആയിരുന്നു. പക്ഷെ ജാർഖണ്ഡിലും മികച്ച വോട്ടിംഗ് നടന്ന സമയത്ത് മഹാരാഷ്ട്രയിൽ കുറച്ച് കുറവായിട്ടാണ് നടന്നതെന്നാണ് ഇപ്പൊ ന്യൂസ് വരുന്നത്. ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ശനിയാഴ്ചയാണ് ഫലം പുറത്തു വരുന്നത്. ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ നാളെ കഴിഞ്ഞല്ലേ? അതെ. ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിൽ വൈകിട്ട് 5 മണി വരെ 67.59 പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ആകെയുള്ള 81 സീറ്റുകൾ 38 മണ്ഡലങ്ങളിലാണ് 2ാം ഘട്ട വോട്ടിംഗ് നടന്നത്. 2ാം ഘട്ട വോട്ടിംഗ് ആയിരുന്നു നടന്നത്. 528 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ഈ മാസം 13-നാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത്. ഉയർന്ന പോളിംഗ് ശതമാനം നേട്ടമാകുമെന്ന് JMM അവകാശപ്പെട്ടു. മുഖ്യമന്ത്രി ഹേമന്ത് സൊരൻ, ഭാര്യ കൽപ്പന സൊരൻ എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖരാണ് ഈ ഘട്ടത്തിൽ മത്സരിച്ചിട്ടുള്ളത്. മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പിന് പൊതുവെ തണുത്ത പ്രതികരണമാണ് ഉണ്ടായിരുന്നത്. 58.43% പോളിംഗ് മാത്രമാണ് രേഖപ്പെടുത്തിയത്. ഒറ്റഘട്ടമാണ് തെരഞ്ഞെടുപ്പ്. മുംബൈ അടക്കമുള്ള നഗരമേഖലകളിൽ കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെ, ഇന്നലെ ആണെങ്കിൽ പോലും ഞാൻ നോക്കിയപ്പോൾ ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഏറ്റവും കൂടുതലുള്ള ഒരു ഏരിയയാണ് മുംബൈ. ഷാരൂഖ് ഖാൻ ആണെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ വന്നു വോട്ട് ചെയ്തു, സച്ചിൻ ടെണ്ടുൽക്കർ. പക്ഷെ അതിനകത്ത് പോലും നിരവധി ആളുകൾ കുറവായിരുന്നു എന്നുള്ളൊരു ന്യൂസാണ്. ഈ സെലിബ്രിറ്റീസ് അടക്കമുള്ളവര് വോട്ട് ചെയ്തു. അല്ലെ, എനിക്ക് ഒരു ചിലപ്പോൾ സോഷ്യൽ മീഡിയസിൽ വരാത്തത്, അല്ലെങ്കിൽ അവര് പബ്ലിക് പറയാത്തതായിരിക്കാം. പക്ഷെ എന്നാൽ പോലും പൊതുവെ കാണുന്ന ഒരു ഇതായിരുന്നു വോട്ട് ചെയ്ത് മൈഗ്രെക്സ് എന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റോറിയോ സോഷ്യൽ മീഡിയസിലൊക്കെ എല്ലാം കാണിക്കുന്ന ഒരു പ്രകൃതം ഉണ്ടായിരുന്നു. അത് കാണിച്ചിട്ടില്ല. ഒരു നിരവധി പേരും അത്രത്തോളം അതിനെ കണ്ടിട്ടില്ല എന്നൊരു തോന്നലുണ്ട്. എന്താണെങ്കിലും ബഹിഷ്കരിച്ചു. അതെ, അവരുടെ അവകാശത്തെ വേണ്ട എന്ന് വെച്ച ഒരു രീതിയിലൊക്കെ എത്തിയിട്ടുണ്ട്. എന്തായാലും മഹാരാഷ്ട്രയിൽ വോട്ടിംഗ് ശതമാനം കുറവാണ് എന്നാണ് ഇപ്പൊ പറയുന്ന കാര്യം. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട വാർത്ത.
നമ്മള് എന്നും പറയുന്നല്ലേ മണിപ്പൂരിലെ പ്രശ്നം. മണിപ്പൂര് കത്തിക്കൊണ്ടിരിക്കുകയാണ് മണിപ്പൂര്. അതെ, കത്തി ഇത് കത്തി തീരുന്നുമില്ല, എരിഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയേണ്ടി വരും. ഓക്കെ, കുക്കി വിഭാഗത്തിനെതിരെ മണിപ്പൂർ മുഖ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുകയാണ്. കുക്കി മെയ്തിൻ വിഭാഗമായിരുന്നു അവിടെ വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിരുന്നത്. ആദ്യം മെയ്തി വിഭാഗക്കാരാണ് പ്രശ്നക്കാരായിരുന്നെങ്കിൽ ഇപ്പോൾ കുക്കി വിഭാഗമായി പ്രശ്നമെന്നാണ് ഇപ്പോഴത്തെ വാർത്തകളെല്ലാം എടുത്തു പറയുന്ന കാര്യം. മണിപ്പൂരിൽ കുക്കി വിഭാഗത്തിനെതിരെ കൊലവിളിയുമായി മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ്. കുക്കി മെയ്തി സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷം വീണ്ടും രൂക്ഷമായതിനെ തുടർന്ന് ബിരേൻ സിംഗിനെതിരെ BJPയും എതിർപ്പുമായിരുന്നു. പ്രധാന സഖ്യകക്ഷിയായ NPP സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ കൊലവിളി പ്രതികരണം. ജിരീബാമിൽ കൊല്ലപ്പെട്ട 6 പേരുടെ മരണത്തിന് കാരണക്കാരായ കുക്കികളെ നിയമവിഭാഗക്കാരായ മുഖ്യമന്ത്രി സ്വന്തം സമുദായത്തിന് വേണ്ടി മാത്രമാണ് നിലകൊള്ളുന്നതെന്ന കുക്കി വിഭാഗം BJP MLA-മാരുടെ ആരോപണം ശരിവെക്കുന്നതാണെന്ന് പുതിയ പ്രതികരണം. സ്വന്തം കസേര സുരക്ഷിതമാക്കാൻ മെയ്തി സംഘടനകളെ പ്രീണിപ്പിക്കുകയെന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ടെന്നാണ് വിലയിരുത്തൽ. മണിപ്പൂരിലെ സംഘർഷ മേഖലയിൽ പെട്രോളിംഗ് നടത്തുന്ന സുരക്ഷാ സേനയുടെ ചിത്രത്തോടെയാണ് ഇപ്പോൾ ന്യൂസ് വന്നിരിക്കുന്നത്. മണിപ്പൂരിൽ നിരവധിയായ ആളുകളെ കാണാനില്ല, കാണാത്ത ആളുകളെ കൊന്ന് അവരുടെ മൃതശരീരങ്ങൾ കണ്ടുകിട്ടി എന്നുള്ള ന്യൂസൊക്കെ നമ്മൾ ഒത്തിരി കേട്ടതാണ്. അങ്ങനത്തെ പല പ്രശ്നങ്ങളും അവിടെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇപ്പോഴും എനിക്കറിയാത്തത് കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ഇതിനൊന്നും ഒരു പ്രതികരണമായിട്ട് രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ്. ഇനി കേന്ദ്ര സർക്കാരിന്റെ ജോലി അല്ലേ അപ്പൊ ഇത്? അല്ലേ, മുഖ്യമന്ത്രി ഇവിടെ ഇല്ലല്ലോ, അല്ല പ്രധാനമന്ത്രി നമ്മുടെ ഇന്ത്യയിൽ G20 വേണ്ടി പോയി, G22 വേണ്ടി പോയി. അത് കഴിഞ്ഞു. പിന്നെന്താ ഗർഹാനയോ അങ്ങനെ എന്തോ ഒരു രാജ്യത്തേക്ക് പോയിരിക്കുകയാണ് പുള്ളിക്കാരൻ ഇപ്പോ. അങ്ങനെ ട്രിപ്പ് മണിപ്പൂര് കത്തുന്നു, കത്തി തീർന്നിട്ട് വരാന്നൊക്കെയാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി പറയുന്നതല്ലേ. അതായത് മറ്റേ ഇസ്രായേലിന്റെ ഒക്കെ പ്രശ്നം പരിഹരിക്കാനും പുള്ളി നോക്കുന്നുണ്ട്. ലോകോത്തര യുദ്ധങ്ങൾ കഴിഞ്ഞിട്ട് മതി ഞങ്ങളുടെ രാജ്യങ്ങളുടെ യുദ്ധങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാണെങ്കിൽ വളരെ മികച്ച ഒരു തീരുമാനമാണ്. സ്വന്തം രാജ്യം കത്തി നശിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ഇങ്ങോട്ട് വന്നാൽ മതി എന്നുള്ള തീരുമാനം. ആകെ പ്രതികരിച്ചിട്ടുള്ളത് അമിത്ഷാ ആയിരുന്നു, കുറെ സേനയെ വിന്യസിച്ചിട്ടുള്ളത്. അല്ലാണ്ട് വേറൊന്നും ഇതുവരെ അവിടെ ചെയ്തിട്ടില്ല. ഒരു 1.5 വർഷത്തോളമായിട്ട് അവിടെ ഇങ്ങനെ ഒരു ഭയങ്കര യുദ്ധഭീഷണി, ഒരു കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ഇതിന് മുമ്പും ഇതിനേക്കാൾ ഭീകരമായ വാർത്തകൾ വന്നിട്ടും പ്രതികരിക്കാത്ത പ്രധാനമന്ത്രി ഇല്ലെങ്കിൽ കേന്ദ്ര ഭരണം ഇനി എന്ത് ചെയ്യാനാണെന്ന് പച്ചയ്ക്ക് തന്നെ ചോദിക്കാം. എന്ത് ചെയ്യും നിങ്ങൾ ഇങ്ങനെ എന്താ ചെയ്യാൻ പോണം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അവിടെ സ്ത്രീകളെ തുണിയില്ലാതെ നടുറോഡില് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കിട്ടിയായിരുന്നു. അതിലും നഗ്നയായിട്ടുള്ള രീതിയിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കിട്ടിയിരിക്കുന്നത്. അത്ര അധംപതിച്ചു പോയ നിലയിൽ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴും കേന്ദ്ര ഭരണം നോക്കൂത്തിയായിട്ട് നിൽക്കുന്നു. നിയമം വരെ നോക്കൂത്തിയായിട്ട് നിൽക്കുന്ന സാഹചര്യമാണ് നമ്മുടെ ഇന്ത്യ നിലനിൽക്കുന്നത്. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഏത് സ്ത്രീയാണ് ഇനി സുരക്ഷിതയാവുന്നത്? നിങ്ങൾ എത്ര വെല്ലുവിളിച്ച് നിങ്ങൾ ഇപ്പോഴും പ്രതികരിക്കാൻ നിൽക്കുമ്പോൾ കുറ്റവാളികൾക്ക് ഇനിയും അക്രമം ഉണ്ടാക്കാനുള്ള സാധ്യതകളെ കൂടത്തുള്ളൂ. 2 വിഭാഗത്തിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമൊക്കെ ഇന്ന വിഭാഗമായിരുന്നു യുദ്ധം നടത്തിയെങ്കിൽ ഇപ്പോൾ തിരിച്ചക്രമമാണ് നടക്കുന്നത്. ആ ഒരു ആക്രമണം ഉണ്ടായതിന്റെ കാരണം നിങ്ങൾ തന്നെയാണ്. ഒരു പരിധി വരെ കേന്ദ്ര സർക്കാരും നമ്മുടെ നിയമത്തിന്റെ സിസ്റ്റങ്ങളൊക്കെ തന്നെയാണ്. കാരണം ആദ്യമേ ഇതിനെ തടയിടേണ്ടത് ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് ചെയ്യാതെ ഇപ്പോഴും ഇതിനെ വളർത്തിയെടുത്തുകൊണ്ട് വന്നത് നമ്മുടെ സർക്കാരും നമ്മുടെ നിയമങ്ങളും തന്നെയാണ്. അതിന് ശക്തമായ പിൻബലം കൊടുത്തതും കേന്ദ്ര സർക്കാരാണെന്നുള്ളൊരു പരാതിയൊക്കെ ഉയർന്നു വന്നിരുന്നു. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇനിയും ഇത് തുടർന്നു പോവുകയാണെങ്കിൽ ആ യുദ്ധം ഇന്ത്യയിൽ മുഴുവൻ വ്യാപിക്കാനുള്ള സാധ്യതകൾ കൂടും. ഇസ്രായേലും പാലസ്തീനും മാത്രമല്ല, അല്ലെങ്കിൽ ഇറാനും മാത്രമല്ല, അമേരിക്കയും യുക്രൈനും എല്ലാം യുദ്ധങ്ങളുടെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലും ഒരു യുദ്ധം നടക്കാനുള്ള സാധ്യതകൾ ഏറും. അത് മാത്രമല്ല, മണിപ്പൂരിലെ കലാപത്തെ പടർത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടും ഉണ്ട്. അതെ, അത് ഞാൻ തന്ന ഏത് വാർത്തയാണ്? കേരള കൗമുദി അനാലിസിസ് എന്ന് പറഞ്ഞ സ്പെഷ്യലായിട്ട് റിപ്പോർട്ട് ചെയ്താണ്. മണിപ്പൂരിൽ പൊടുന്നനെ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന സംശയം ശക്തമായി. മണിപ്പൂരിനെ ചോരക്കളമാക്കി ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കാൻ പാകിസ്ഥാൻ ആയുധങ്ങളടക്കം എത്തിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. മുൻപ് മ്യാൻമാർ, നേപ്പാൾ വഴിയായിരുന്നു ആയുധക്കടത്ത്. ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യം മാറിയ ബംഗ്ലാദേശ് വഴിയാണ്. ഇന്ത്യ അനുകൂലിയായ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ജനകീയ പ്രക്ഷോഭത്തിൽ പുറത്തായതോടെ ബംഗ്ലാദേശ് പാകിസ്ഥാന് പറുദീസയായി. പുതിയ സർക്കാർ ചരക്ക് കടത്ത് സുഗമമാക്കാൻ പാക് കപ്പലുകൾക്ക് നൽകുന്ന സുരക്ഷ ഇളവാണ് മുതലാക്കുന്നത്. ഇന്ത്യയുടെ പ്രശ്നബാധിത വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളോട് അടുത്തായതിനാൽ ബംഗ്ലാദേശ് വഴി ആയുധങ്ങൾ എത്തിക്കാൻ എളുപ്പമാണ്. വടക്കുകിഴക്കൻ മേഖലയെ അസ്ഥിരമാക്കാൻ പണ്ടേ ബംഗ്ലാദേശിന്റെ സമുദ്രമാർഗം പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുമുണ്ട്. 2004 ബംഗ്ലാദേശിലെ ചിറ്റഗോങ് വഴി അസമിലെ വിഘടനവാദ സംഘടനയായ ഉൾഫയ്ക്ക്
പാകിസ്ഥാൻ ആയുധങ്ങൾ എത്തിച്ചതിന് ഇന്ത്യക്ക് തെളിവ് ലഭിച്ചിരുന്നു. അപ്പം ഇപ്പോൾ പാകിസ്ഥാൻകാരാണ് ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ട് വരുന്നത്. അതെ, അല്ലെങ്കിലും പാകിസ്ഥാനാണല്ലോ നമ്മളെ ശത്രുക്കൾ. അതെ, ശത്രു രാജ്യം എന്ന നിലയ്ക്ക് പാകിസ്ഥാനാണ് ഇപ്പൊ എല്ലാം കൊണ്ട് കൊടുക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നിയമങ്ങളും നമ്മുടെ ഭരണവും കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഇതിനൊരു തടയിടാൻ പറ്റുള്ളൂ. നമ്മുടെ പട്ടാളമാണെങ്കിലും പോലീസ് ആണെങ്കിലും ആരൊക്കെ ആണെങ്കിലും നിങ്ങൾ എഫിഷ്യന്റ് ആയിട്ട് നിങ്ങളുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുക, വേറൊരാൾക്ക് വേണ്ടി ചെയ്യാതിരിക്കുക. ഭരണം പോലും ഒരു പക്ഷേ യുദ്ധത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നുണ്ടെന്നുള്ളൊരു വാർത്ത നമ്മൾ ഒരുപാട് സംസാരിച്ചതാണ്. അതിനൊരു തടയിടേണ്ടത് അത്യാവശ്യമാണ്. അത് മാത്രം ഇനി ചെയ്യുക. മണിപ്പൂരിനെ പറ്റി നമുക്കല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് വാർത്തയിലൂടെ സംസാരിക്കാം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു ചെറിയ സ്ക്രീനിൽ നിന്ന് സംസാരിക്കുന്ന പോലെ എല്ലാ പ്രതികരണങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചാൽ പോരാ. അതായത് പ്രതികരണ ശേഷി നമുക്ക് ഇത് നമ്മുടെ ഒരു വികാരം അല്ലെങ്കിൽ നമ്മുടെ ഒരു വിഷമം നമുക്ക് പറയുക, അല്ലെങ്കിൽ അതെ തീർച്ചയായിട്ടും കേൾക്കുന്ന കാര്യം, ഞങ്ങൾ അറിയുന്ന കാര്യം, ഇല്ലെങ്കിൽ ഇതാണെങ്കിൽ പോലും വാർത്താ മാധ്യമങ്ങൾ എല്ലാം അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് എഴുതി പറയാൻ പറ്റുള്ളൂ. അവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഇനി ആർക്കൊക്കെ സംസാരിക്കാം, എന്തൊക്കെ ചെയ്യാം എന്നുള്ളത്, ഇല്ലെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് തീർച്ചയായിട്ടും വ്യക്തമായിട്ട് നമുക്ക് ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരാൻ പറ്റില്ല. കാരണം അവിടെ പുറത്ത് മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഇന്റർനെറ്റ് നിരോധിച്ചിട്ടുണ്ട്, ആളുകളെ അങ്ങോട്ട് അകത്തോട്ട് കയറ്റുന്നില്ല. അതെ, അകത്തോട്ട് കയറ്റില്ല, അവിടുന്ന് പുറത്തോട്ട് വിടുന്നില്ല. അങ്ങനെ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണ് നമ്മള് പല വിവരങ്ങളും പുറത്തോട്ട് എത്തിക്കുന്നത്. ആ ഒരു വിവരങ്ങളാണ് നമ്മൾ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എന്താണ് സത്യം. ഇപ്പൊ തന്നെ നമ്മൾ ഇന്ന വിഭാഗത്തിനെ കുറ്റം പറയും, അവിടെ ആ സമയം തന്നെ എതിർ വിഭാഗം എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അതെ, അവിടെ എന്തൊക്കെ പുറത്തു വരണമെന്ന് അവര് തന്നെ തീരുമാനിക്കുന്നുണ്ട്. അവിടുത്തെ ഭരണാധികാരികൾ, ഇല്ലെങ്കിൽ അവിടുത്തെ ചില സുരക്ഷാ സേനകൾ, ഇല്ലെങ്കിൽ ഇന്ന പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന കുറച്ച് പേര്, അവര് തീരുമാനിക്കുന്ന കുറച്ച് വിവരങ്ങളുണ്ട്. ആ വിവരങ്ങൾ പുറത്തു വരുന്നത്, ആ വിവരങ്ങളാണ് നമ്മളും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതിൽ എന്താണ് സത്യം, ഏതാണ് സത്യം എന്നുള്ളതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ അന്വേഷിച്ച് അവിടെ പോകണം. നമ്മൾ ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് നിന്ന് പ്രവർത്തിച്ചതിലൂടെ മാത്രമേ ഇതിനൊരു അറുതി വരുത്താൻ സാധിക്കൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും മാധ്യമ പ്രവർത്തനത്തിനൊക്കെ അവിടെ ഉപരോധമാണെന്നാണ്. കാരണം അക്രമാസക്തമായ ഒരു സംസ്ഥാനമായിട്ട് ഇപ്പൊ മണിപ്പൂര് മാറിക്കഴിഞ്ഞു. ഒരാളെ കാണുന്നില്ല, ഇന്നൊരാളെ തട്ടിക്കൊണ്ടുപോയാൽ നാളെ ആളുടെ മൃതദേഹമായിരിക്കും കത്തിക്കരിഞ്ഞ നിലയിൽ കിട്ടുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തായിരുന്നു, ഒരു കൊച്ചു കുഞ്ഞിന്റെ 6 മാസമോ 3 മാസമോ പ്രായമുള്ള കുഞ്ഞിന്റെ തല ഛേദിച്ച അവസ്ഥയിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ്. അതാണ് അത്തരത്തിലുള്ള ഒരു ക്രൂരമായ സംഭവങ്ങൾ അവിടെ നടക്കുന്ന സമയത്ത് ഇനിയും മൗനം പാലിച്ചു നിന്നാൽ അത് നമ്മുടെ രാജ്യത്തിന്റെ അധംപതനത്തിനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. കേരളത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു സമാധാനത്തിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ അതല്ല. കാരണം ഇതിനെയും വേറെ പല സംസ്ഥാനങ്ങളിലും വ്യാപിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരിക്കലും ഇല്ല. അതിനെയും ഉയർന്നു വരാനുള്ള സാധ്യതകൾ മാത്രം തന്നെയാണുള്ളത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇതിനുള്ള നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ചെയ്യണം, അത് ചെയ്തേ പറ്റൂ. മോദിജി ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നൊരു പ്രശ്നം പരിഹരിക്കട്ടെ. ടൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് പ്രശ്നം പരിഹരിക്കാൻ നോക്കിയിരിക്കത്തുള്ളൂ. ടൂർ പോകുന്നതിന് മുമ്പ് ഒന്ന് ചെയ്തു തന്നിരുന്നെങ്കിൽ വലിയ ആശ്വാസമായേനെ. തീർച്ചയായിട്ടും. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്താണ്? അടുത്ത പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ ഒരു കൊച്ചു ത്രേസ്യ എന്ന് പറയുന്ന ഒരു അമ്മച്ചിക്ക്, കൊച്ചു ത്രേസ്യ അമ്മച്ചിയുടെ ഒരു ശിവാനന്ദ ലഹരി വ്യാഖ്യാനം പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞു. അതായത് ആനന്ദലഹരി, ക്രിസ്തുവും ശിവനും എന്ന് പറയുന്നിട്ടുള്ള ഒരിതാണ്. കൊച്ചു ത്രേസ്യ കൈപ്പള്ളിൽ ജന്മം കൊണ്ട് സത്യക്രിസ്ത്യാനിയാണ്, ഏക ദൈവവിശ്വാസി. അതൊരു പരിമിതിയല്ല. ജ്ഞാനികൾക്ക് ക്രിസ്തുവും കൃഷ്ണനും ശിവനും നബിയും ഒരേ സത്യത്തിന്റെ പല ഭാവങ്ങൾ മാത്രം. ആ ബോധ്യമാണ് കൊച്ചു ത്രേസ്യയെ ശ്രീ ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരിയിലേക്ക് നയിച്ചത്. ആ സംസ്കൃതി മലയാളത്തിൽ വിവർത്തനം ചെയ്തു, വ്യാഖ്യാന സഹിതം. 1 വർഷത്തെ തപസ് കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്തു. അപ്പം കൊച്ചു ത്രേസ്യ എന്ന് പറയുന്ന ആ അമ്മച്ചി നമ്മുടെ ശിവാനന്ദ ക്രിസ്ത്യാനിയാണ്. അമ്മയ്ക്ക് ഏകവിശ്വാസിയാണെന്നാണ്, അല്ലെങ്കിൽ ഈശ്വരനെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ആളാണെന്നാണ് എല്ലാരും വിചാരിച്ചിരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരാളായിരിക്കാം, ഈശ്വരായിരിക്കും വിശ്വാസം. പക്ഷെ എല്ലാ ദൈവങ്ങളും ഒന്നാണെന്നുള്ള സത്യം അമ്മച്ചിക്ക് അറിയാം. അമ്മച്ചിയുടെ പ്രായത്തിന് അമ്മയ്ക്ക് അത് മനസ്സിലായി. അമ്മച്ചി അത് മനസ്സിലാക്കി. അമ്മച്ചി ഒരു ശിവനെ പറ്റിയല്ലേ ഒരു ശിവാനന്ദ ലഹരി എന്ന് പറയുന്ന ഒരു സംസ്കൃത കൃതി വ്യാഖ്യാനം, അതായത് വിവർത്തനം ചെയ്തു. 1 വർഷത്തെ തപസ്സായിരുന്നു. അത്
കഴിഞ്ഞ ദിവസമാണത് പ്രകാശനം ചെയ്തത്. ഓക്കെ. തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പലായ കൊച്ചു ത്രേസ്യ ബഹുഭാഷാ പണ്ഡിതയാണ്. സംസ്കൃതം, മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിൽ ബിരുദാനന്തര ബിരുദവും എമ്മഡും സംസ്കൃതമാണ് പ്രിയ ഭാഷ. നോക്ക്, 3 ഭാഷകളിൽ ബിരുദാനന്തര ബിരുദം. സംസ്കൃതം, ഇംഗ്ലീഷും മലയാളം ഒക്കെ നന്നായിട്ട് അറിയാം. ഞങ്ങൾ ഒരേ ലെവലെന്താ എനിക്കും അറിയാം. അതെ 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 അതെ. ഞാൻ PhD എടുക്കാത്തതേ ഉള്ളൂ. എനിക്ക് പിന്നെ ഭാഷയിലൊക്കെ ഭയങ്കര പ്രാവീണ്യം, ഭയങ്കര ജ്ഞാനമുള്ള വ്യക്തിയാണ്. എന്റെ ചീഫ് എഡിറ്റേഴ്സ് ഇപ്പോഴും എന്നോട് പറയും നീ ആദ്യം നാക്ക് പിടിച്ചിട്ട്. അതാണ്, ഭയങ്കര ജ്ഞാനം ഉള്ളത് കൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്. തീർച്ചയായും. കൊച്ചു ത്രേസ്യയുടെ ആത്മീയ ചിന്തകളുടെ അക്ഷരപ്രവാഹമാണ് ശിവാനന്ദ ലഹരി. അത് നിലയ്ക്കുന്നില്ല. അഷ്ടവക്ര സംഹിതയുടെ വിവർത്തന വ്യാഖ്യാനവും സോളമൻ രാജാവിന്റെ ജീവിതം പ്രമേയമാക്കിയ ഭാവസ്ഥിരാണി നോവലും പൂർത്തിയായി. മേൽപ്പത്തൂരിന്റെ നാരായണീയ വ്യാഖ്യാനമാണ് അടുത്ത ലക്ഷ്യം. അപ്പൊ അമ്മച്ചി ക്രിസ്ത്യാനിയാണേലും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കൂടുതലും ചെയ്യുന്നത്. തീർച്ചയായിട്ടും. കാരണം ബൈബിൾ ഇങ്ങനെ വിവർത്തനം ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ, ബൈബിൾ ഓൾറെഡി കുറെ ഭാഷകളിലൊക്കെ വിവർത്തനം ചെയ്തു കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ അച്ചടിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം എന്ന രീതിയിൽ റെക്കോർഡുള്ളത് ബൈബിളിനാണ്. മനസ്സിലായി? ഓക്കെ. അമ്മച്ചി പിന്നെ പറയുന്നൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഞാൻ തന്നെയാണ് നീ എന്ന തിരിച്ചറിവിനപ്പുറം ഒന്നുമില്ല, ഞാൻ മാത്രമാണ് ശരിയെന്ന തെറ്റിദ്ധാരണ തിരുത്തുന്നതാണ് ശ്രീ ശങ്കരാചാര്യ ശ്രീനാരായണ ഗുരുദേവ കൃതികൾ. അറിവിന്റെ മഹാസാഗരങ്ങൾ കടക്കാൻ എത്ര ജന്മങ്ങൾ വേണ്ടിവരും. ദാർശനികതയും സാഹിത്യ സൗന്ദര്യവുമുള്ള കൃതിയാണ് ശിവാനന്ദ ലഹരി. പല വൃത്തങ്ങളിൽ എഴുതിയ 100-ലേറെ ശ്ലോകങ്ങൾ, ഓരോന്നും ശിവനുള്ള അർച്ചനാപുഷ്പമാണ്. ക്രിസ്ത്യാനിയാണ്, ഭയങ്കരമായിട്ടുള്ള സത്യക്രിസ്ത്യാനിയാണ്. എന്നിട്ട് കൂടി ശിവനെ കുറിച്ചാണ്. എന്നിട്ട് കൂടി ശിവനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. അമ്മച്ചിയുടെ ഒരു ചിന്ത തന്നെ അതാണ് നമുക്കും പറഞ്ഞു തരുന്നത്. ഞാനാണ് നീ എന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യം മാത്രമേ ഉള്ളൂ. അതായത് എല്ലാവരും ഒന്ന് തന്നെയാണ് എന്നുള്ളതേ ഉള്ളൂ. യേശുവിനെ വിശ്വസിച്ചാലും ചിലപ്പോൾ അത് കൃഷ്ണനാകാം, കൃഷ്ണനെ വിശ്വസിക്കുന്ന പോലെ ആകാം. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു സത്യമുണ്ട്, അല്ലെങ്കിൽ ഒരു നന്മയുണ്ട്. ആ നന്മയ്ക്ക് ക്രിസ്ത്യാനികൾ വിളിക്കുന്നു യേശു എന്ന്, ഇല്ലെങ്കിൽ ഹിന്ദുക്കളെ വിളിക്കുന്നു കൃഷ്ണെന്ന്, മുസ്ലിംസ് നബീന്ന് വിളിക്കുന്നു, അള്ളാന്ന് വിളിക്കുന്നു. ആ ഒരു സത്യത്തെ ഇല്ലെങ്കിൽ ആ ഒരു നന്മേനെ നമ്മൾ പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ പേര് വർഗീയത, കലാപം, ഇത്തരത്തിലുള്ള പല വെല്ലുവിളികള്, നിങ്ങളുടെ വിശ്വാസമാണ് വലുത്, ഇല്ല ഞങ്ങളുടെ വിശ്വാസമാണ് വലുത്, ഇല്ല ഞങ്ങളുടെ ദൈവമാണ് വലുത് എന്നുള്ള അതെ ആ ഒരു വേർതിരിവിന്റെ ആവശ്യം തന്നെ ഇല്ല. ഒരു സത്യത്തെ, ആ നന്മേനെ വിശ്വസിക്കുക, ഇഷ്ടപ്പെടുക എന്നേ ഉള്ളൂ. നിങ്ങൾ എന്ത് പേരിട്ട് ആ സത്യത്തെ നന്മേനും വിളിച്ചോ, നിങ്ങളുടെ ഇഷ്ടമാണത്, അതിന് എന്ത് വേണമെങ്കിലും വിളിക്കുക, അത്രേ ഉള്ളൂ. ഇത് ഈ പറഞ്ഞ പോയിന്റാണ് ഏറ്റവും വലുത്. ഞാൻ തന്നെയാണ് നീ എന്ന തിരിച്ചറിവിനപ്പുറം ഒന്നുമില്ല. ഞാൻ തന്നെയാണ് നീ, ആ സത്യത്തെയാണ് നമ്മള്, ആ ഒരു സത്യത്തെയും ആ ഒരു നന്മേനെയുമാണ് നമ്മള് യേശു എന്ന് വിളിക്കുന്നതും കൃഷ്ണൻ എന്ന് വിളിക്കുന്നതും അള്ളാന്ന് വിളിക്കുന്നതും എല്ലാം ആ ഒരു സത്യത്തെയും ആ നന്മേനെ മാത്രമാണ്. നമ്മള് ഓരോ വിശ്വാസത്തിന്റെ അപ്പുറം ഒന്നുമില്ല. നിന്നിൽ മാത്രമാണ് ശരിയെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. എല്ലാവരുടെയും ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ വിചാരിച്ചതാണ് ശരി, ഞാൻ കണ്ടതാണ് ശരി എന്ന് വിചാരിക്കുന്ന പലരും നമ്മുടെ ചുറ്റിനുമുണ്ട്. നിങ്ങളുടെ ശരികൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ശരിയാവണമെന്നില്ല എന്ന് വെച്ച് നിങ്ങളുടെ തെറ്റുകൾ മറ്റുള്ളവർക്കും തെറ്റാക്കണമെന്നുമില്ല. അത്രേ ഉള്ളൂ. എന്റെ വിശ്വാസത്തിലുള്ളൊരു കാര്യത്തെ ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു വിശ്വാസം ഞാൻ വേറൊരാളെ അടിച്ചേൽപ്പിക്കേണ്ടതോ അയാളെ കൊണ്ട് വിശ്വസിപ്പിക്കേണ്ട ആവശ്യമില്ല. അയാൾക്ക് വിശ്വാസമുള്ള, അയാൾക്ക് അറിവുള്ളതിനെ പറ്റി മാത്രം സംസാരിക്കുക, മനസ്സിലാക്കുക. ഒരാളെ മനഃപൂർവ്വം വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരിക്കലും നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാളെ മനഃപൂർവ്വം വേദനിപ്പിക്കാതിരിക്കുക. അബദ്ധത്തിൽ വേദനിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കാം. ഓക്കെ, അബദ്ധത്തിൽ വേദനിപ്പിക്കുന്ന അത് മനസ്സിലാക്കുക. അയാൾക്ക് വേദനിച്ചു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സോറി പറയുക. അതിനപ്പുറം ഒന്നും ചെയ്യാനില്ല. എന്തൊക്കെയാണെങ്കിലും ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സത്യത്തിന്റെ നന്മയുടെ അന്തസ്ത്വനി, അതായത് അവർ പറഞ്ഞു തന്നേക്കുന്നത് നിങ്ങൾ ഒരാളെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് മാത്രമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിന്മ. നിങ്ങൾ മനഃപൂർവ്വം ഒരാളെ വേദനിപ്പിക്കുകയാണെങ്കിൽ അതാണ് തിന്മ, വേറൊന്നും തിന്മയെന്നല്ല. പിന്നെ നമ്മുടെ നിയമങ്ങൾ ഒരിക്കലും പാലിക്കാതിരിക്കരുത്. നിയമം, നമ്മുടെ ഇന്ത്യയിൽ കുറെ നിയമങ്ങളുണ്ട്. അതെല്ലാം തിന്മയാണോ ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ തിന്മകളായിരിക്കാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഉള്ളിലുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിന്നെ വേദനിപ്പിക്കാതിരിക്കുക, ഇല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ നമ്മളെയും വേദനിപ്പിക്കാതിരിക്കുക, ഇല്ലെങ്കിൽ നമ്മളെ ചീത്തയാക്കാതിരിക്കുക. ഇപ്പൊ ഒരു തരത്തിൽ പറഞ്ഞാൽ വേദനിപ്പിക്കാതിരിക്കുന്നത് മാത്രമാണോ തിന്മയും ചോദിച്ചു കഴിയുമ്പോൾ അതേസമയം ഇപ്പൊ കള്ളും കഞ്ചാവ് പിടിക്കുന്നത് തിന്മയാണോ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം എന്ന് പറയുമ്പോൾ അത് എന്നെ തന്നെ ഞാൻ നശിപ്പിക്കുകയാണ്, ഇല്ല വേദനിപ്പിക്കുകയാണ്. അതും അപ്പൊ തിന്മയാണ്. അതൊരു സത്യമാണ്. അപ്പം എന്നെയും നമ്മളെന്ന് പറയുന്ന വ്യക്തിനെയും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയെയും വേദനിപ്പിക്കാതെ നശിപ്പിക്കാതിരിക്കുക. അത് മാത്രം ചെയ്താൽ മതി, എല്ലാവരും നന്നായിക്കോളും. ഇതൊക്കെ ഈ കലാപമൊക്കെ അവസാനിച്ചോളൂ. അത്രേ ഉള്ളൂ അല്ലേ? അടുത്ത
ഓ അപ്പം ഈ താങ്കൾക്ക് അപ്പൊ വേറെ ഒരു അഭിപ്രായമുണ്ടോ? അങ്ങനെയല്ല പറഞ്ഞത്, എല്ലാരും അങ്ങനെ നന്നാവാനൊന്നും പോണില്ല. അല്ല, ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. ഞാൻ എന്റെ ശരി ഇല്ലെങ്കിൽ എന്റെ വിശ്വാസം, എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ കുട്ടിക്ക് എന്തെങ്കിലും കാണും ഇതുപോലെ തന്നെ ഉള്ളൊരു എത്തിക്സ്, അതും അംഗീകരിക്കുക. അത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ മാത്രമാണ് ശരിയെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞാനിപ്പോ പറഞ്ഞത് തന്നെയാണ്. ഞാൻ ഇപ്പൊ കുട്ടിക്ക് എന്താണോ തോന്നുന്നത് അതാണ് ഈ കുട്ടി. അതുപോലെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മുടെ ശബരിമലയിൽ വീണ്ടും തീർത്ഥാടകരുടെ ഒഴുക്കാണ്, വിശ്വാസികളുടെ ഒഴുക്കാണ്. ശബരിമലയിലെ ഓരോ വീഡിയോയും ഓരോ ഫോട്ടോയും അത്രത്തോളം ഏറ്റെടുക്കുന്നുണ്ട് എല്ലാവരും. നമുക്ക് തീർച്ചയായിട്ടും ശബരിമല എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ഉള്ള ഒരു വ്യക്തിയാണ്. വ്യക്തി എന്നല്ല ഉദ്ദേശിച്ചത്. ശബരിമലയിലെ സീസൺ എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിൽ ഭയങ്കരമായിട്ടൊരു കുളിർമയേകുന്ന ഒരു കാര്യമാണ്. അയ്യപ്പൻ എന്നൊക്കെ പറയുന്നത് പോയിട്ടില്ല. പോകാൻ ആഗ്രഹമുണ്ട്. സമയം കിട്ടണ്ടേ? തിരക്കായി. എനിക്ക് ഈ സീസണിൽ പോകാൻ ഒരു ഇതില്ല. എനിക്ക് അല്ലാതെ സീസൺ അല്ലാത്ത ദിവസങ്ങളിൽ പോകണമെന്നാണ് ആഗ്രഹം. തിരക്കില്ലാതെ. ഞാൻ അങ്ങനെ ഒരു സോഷ്യൽ പേഴ്സൺ അല്ല. എനിക്ക് ഇത്രയും ആള് കൂടുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ പോകാനൊരു മടിയുണ്ട്. അപ്പം തൃശ്ശൂരിൽ നിന്നും 1.5 വയസ്സുകാരി മാളികപ്പുറം ഇഷാൻവി 18ാം പടിക്ക് മുകളിൽ നിന്ന് തിരുവനന്തപുരം SP ക്യാമ്പിലെ സുജിത്തിന്റെ കൈകളിലെത്ത 5ഓളം പോലീസുകാർ കൈമാറിയിരുന്നു. അതായത് മാളികപ്പുറം ഒരു കൊച്ചു പെൺകുട്ടി 18ാം പടി ചവിട്ടാൻ വേണ്ടി 1.5 വയസ്സുള്ള കൊച്ചു കുട്ടീനെ 18ാം പടി ചവിട്ടിക്കൊണ്ട് മേളിലെത്തിക്കാൻ 5 പോലീസാണ് സഹായിച്ചത്. താഴേന്ന് ഇങ്ങനെ എടുത്ത് കൊടുത്ത് മേള് വരെ എത്തിച്ചത്. അതിന്റെ ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു. നല്ല രസമായിരുന്നു സത്യം പറഞ്ഞാൽ. ആ ഒരു കാണാൻ തന്നെ ഒരു വല്ലാത്തൊരു സുഖമാണ്. അങ്ങനത്തെ പല വീഡിയോയും പല ഫോട്ടോസൊക്കെ ഇങ്ങനെ സാമൂഹിക മാധ്യമങ്ങളിലടക്കം ഭയങ്കര വൈറലാവുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷവും. അതുപോലെ ഇന്ന് രാവിലെ പത്രത്തിൽ ഒരെണ്ണമുണ്ടായിരുന്നു. ഒരു കാല്, അതായത് നടക്കാൻ പറ്റാത്ത ഒരാളാണ്. നമ്മുടെ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്ന വണ്ടി ഉണ്ടല്ലോ, ഇരുന്നിട്ട് സ്വയം കൊണ്ടുപോകുന്ന വീൽ ചെയർ അല്ല, ജസ്റ്റ് നമ്മള് സ്കേറ്റിംഗ് ചെയ്യുന്ന അത്ര ഇതില്ലേ, അതുപോലെ ഇരുന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പെരുമ്പാവൂരിലുള്ള ഒരു ആളാണ്. ആളിങ്ങനെ 12 ദിവസം കൊണ്ടാണ് ശബരിമലയിൽ എത്തുന്നത്. അതായത് ബസ്സിന് പോകാവുന്നതേ ഉള്ളൂ, പക്ഷെ ആള് എന്താണ് ആ ഇതിൽ തന്നെ യാത്ര ചെയ്യുന്നത്. ഇപ്പം 3 ദിവസമായി യാത്ര തുടങ്ങിയിട്ട്. അപ്പം 12 ദിവസം കഴിയുമ്പോഴത്തേന് അതില് ശബരിമലയിൽ എത്തും എന്നുള്ളത്. എന്താണെങ്കിലും ഓരോ വിശ്വാസം, ഓരോരുത്തരുടെ ആഗ്രഹങ്ങള്. അതാണ്. എനിക്കിപ്പോ അങ്ങനെ പോകാൻ താല്പര്യമില്ല. പക്ഷെ എല്ലാവർക്കും ഈ ഒരു സീസണിൽ പോകാൻ ഈ ഒരു സീസണിൽ പോകാൻ എല്ലാവർക്കും. കാരണം മണ്ഡലകാലം എന്ന് പറയുമ്പോ തന്നെ ഒരു പ്രത്യേക ഒരു ഇതാണ്. അതെ അതെ, തീർച്ചയായിട്ടും. അത് ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം അല്ലേ? ഇതുവരെ പോയിട്ടില്ലേ? ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ മണ്ഡലകാല സമയത്തല്ല പോയത്. ഓക്കെ. എനിക്ക് മുന്നേ പറ്റി വലിയ ഇതില്ല. ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഒരു ദിവസം പോവാം. എല്ലാവർക്കും പോകാൻ പറ്റത്തില്ല അവിടെ? എല്ലാവർക്കും സ്ത്രീകൾ ഒഴിവാക്കി എല്ലാവർക്കും. അല്ല, അവിടെ എങ്ങനെ മറ്റേ ക്രിസ്ത്യൻസ്, ഹിന്ദുസ്? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ യേശുദാസ് ഒക്കെ അതാണ് ഇവിടെ മറ്റേ മുസ്ലിം പള്ളി അവിടെ എന്തോ ചെയ്തിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. എന്നാണെങ്കിൽ ഇന്ന് ശബരിമലയില് പുലർച്ചെ 3-ന് നട തുറക്കും, 3:05-ന് അഭിഷേകം, 3:30-ക്ക് ഗണപതി ഹോമം, 3:30 മുതൽ 7:30 വരെയും 8 മണി മുതൽ 11:30 വരെ നെയ്യഭിഷേകം, 7:30-ക്ക് ഉഷാപൂജ, 12-ന് കളഭാഭിഷേകം. സോറി, നീ വെച്ച ബാക്കി. വൈകുന്നേരം 1 മണിക്ക് ക്ഷേത്രനട അടയ്ക്കും, 3 മണിക്ക് നട തുറക്കും, 6:30-ക്ക് ദീപാരാധന, പുഷ്പാഭിഷേകം, 9:30-ക്ക് അത്താഴപൂജ, 10:50-ന് ഹരിവരാസനം പാടി 11 മണിക്ക് നട അടയ്ക്കും. എന്നാണ് ശബരിമലയിലെ ഇന്നത്തെ. അതാരും വിചാരിക്കില്ല. എന്താണെങ്കിലും അത് അടിപൊളിയായിട്ട് പോകണം. ഇനി നമുക്ക് വ്യത്യസ്തമായിട്ടൊരു, അതായത് നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയും ഒരേ സിനിമയിൽ അഭിനയിച്ചിട്ട് ഇപ്പൊ ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും ഒരേ സ്ക്രീനിൽ വന്നിട്ട്? എന്റെ അറിവിൽ എനിക്ക് തോന്നുന്നു 2020 അല്ലേ? 2020 ആണ്. അത് കഴിഞ്ഞ് കടൽ കടന്ന് മാത്തുക്കുട്ടി വന്നു. പക്ഷെ അതില് ഇതില്ല. മോഹൻലാല് എന്ന ക്യാരക്ടറിൽ തന്നെയായിരുന്നു വന്നത്. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പം ലാസ്റ്റ് അവർ അഭിനയിച്ച പടം എന്ന് പറയുന്നത് 2020 ആണ്. പക്ഷെ ഇപ്പം ആ ഒരു ഇടവേളയ്ക്ക് ശേഷം അവര് രണ്ടുപേരും വീണ്ടും ഒന്നിക്കുകയാണ് നമ്മുടെ മഹേഷ് നാരായണന്റെ ചിത്രത്തില്. ഇതെനിക്ക് തോന്നുന്നു ഭയങ്കര വൈറലായിരുന്നു. കാരണം ഇതിനകത്ത് ഈ മമ്മൂട്ടി മോഹൻലാൽ എന്ന ഒരു ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ
ഫഹദ് ഫാസിൽ, നസ്ലിൻ, അതെ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നസ്ലിൻ, ടൊവിനോ, നയൻതാര, മഞ്ജു വാര്യർ, പിന്നെ നമ്മുടെ കന്നഡ സൂപ്പർ സ്റ്റാർ മറ്റേ അദ്ദേഹത്തിന്റെ സഹോദരൻ, പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല ഇപ്പം, ഞാൻ ഇങ്ങനെ തെറ്റ് പറഞ്ഞത് മോശത്തില്ലേ, അദ്ദേഹത്തിന്റെ പേര്, പിന്നെ വിവേക് ഒബ്രോയ്, സമന്ത പ്രഭു, ഇവരെല്ലാവരും ഇവര് രണ്ടൊരു ചെറിയ ഡാൻസിൽ മാത്രം ഉള്ളതെന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്നാൽ പോലും വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആണ് ഇതിന്റെ പേരിൽ വന്നിരിക്കുന്നത്. ആൾക്കാരെ അല്ല, ഈ ഒരു പടം പുറത്തിറങ്ങപ്പോഴും എടുത്തു പറയേണ്ട കാര്യം, മഹേഷ് നാരായൺ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, അദ്ദേഹം ഈ ഒരു ആക്ടേഴ്സിനെല്ലാം യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഞെട്ടി. കാരണം മാലിക് എന്ന് പറയുന്ന സിനിമയിലെ ആദ്യത്തെ ഒരു ഷോട്ട് മാത്രം, ആദ്യത്തെ 12 മിനിറ്റിന്റെ ഷോട്ട് മതി മഹേഷ് നാരായൺ എന്ന് പറയുന്ന ഡയറക്ടറിന്റെ ഒരു കഴിവ് മനസ്സിലാക്കാൻ. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഷോട്ടാ 12 മിനിറ്റ്, അതായത് ക്യാമറ കട്ട് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ്ലി ഒരു ആദ്യ ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആ സിനിമ കാണുന്ന 12 മിനിറ്റോളം ആ സിനിമയെ കട്ട് ചെയ്യാതെ ഒരേ ക്യാമറാമാൻ ആർട്ടിസ്റ്റും, അത് വലിയൊരു അത് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. കാരണം 1, 2, 3 ആക്ടേഴ്സിനെ വെച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അത്ര പ്രയാസമില്ല. പക്ഷെ അതൊരു വലിയൊരു വീട്ടില് വലിയൊരു ആഘോഷം നടക്കുന്ന രീതിയിലുള്ളൊരു സീനാണ് ഇയാൾ എടുത്തത്. അതായത് 100ഓളം ആക്ടേഴ്സ് ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ആ 100 പേരുടെയും ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതെ, അത്ര സ്കില്ലായിട്ടുള്ള ഒരു ഡയറക്ടറാണ് മഹേഷ് നാരായൺ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ എഡിറ്റിംഗ് സ്കില്ലാണെങ്കിൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട്. എന്നിന്റെ മൊയ്തീനകത്ത് എഡിറ്റർ ആയിരുന്നു അദ്ദേഹം. അങ്ങനെ പല സിനിമകളുണ്ട് അദ്ദേഹത്തിന് എഡിറ്റിംഗ്. അറിയിപ്പ്, ഇത് അറിയിപ്പൊക്കെ ഏതോ ഫിലിം ഫെസ്റ്റിവലൊക്കെ വളരെ മികച്ച അഭിപ്രായം നേരിട്ടുള്ള സിനിമയാണ് അറിയിപ്പ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല സിനിമ, വ്യത്യസ്തത നിറഞ്ഞ സിനിമ എടുക്കുന്ന ഒരു കഴിവുറ്റ ഡയറക്ടറാണ് ഈ മഹേഷ് നാരായണൻ. എന്തായാലും ശ്രീലങ്കയിലാണ് ഷൂട്ടിംഗ്. 150 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ലണ്ടൻ, അബുദാബി, അസർബൈജാൻ, തായ്ലൻഡ്, വിശാഖപട്ടണം, ഹൈദരാബാദ്, ന്യൂഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് ചിത്രീകരണം പൂർത്തിയാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഭയങ്കര ഒരു വലിയൊരു ഹിറ്റ് മേക്കർ ആയിട്ട് വരട്ടെ. പിന്നെ ഈ താരങ്ങളുടെ ഒരു വാല്യൂ തന്നെ ആലോചിച്ച് നോക്കി. മമ്മൂട്ടി, മോഹൻലാൽ, ടൊവിനോ, ഫസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, മഞ്ജു വാര്യർ, സമന്ത പിന്നെ പാട്ടിന് മാത്രമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതൊന്നും കൺഫേം അല്ല. പക്ഷെ മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ കൺഫേം ആണ്. അതിന്റെ വലിയൊരു സൂചന കുഞ്ചാക്കോ ബോബൻ സാമൂഹ്യ മാധ്യമങ്ങളോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ ഇട്ടുകൊണ്ട് നമ്മളെന്ന് ഒന്ന് ഞെട്ടിപ്പിച്ചായിരുന്നു. ആ ഒരു ഫോട്ടോ തന്നെ അത്രയും പേര് ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നെ ടൊവിനോ, നസ്ലിനൊക്കെ ഉണ്ടെന്ന്. നസ്ലിനൊക്കെ പിന്നെ ഈ ഇത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റില് ഒരു ഗംഭീര തുടക്കമാണ് കേട്ടോ. തുടക്കമൊന്നല്ല, ഗംഭീര ഒരു കരിയറിലെ നേട്ടമാണ് തീർച്ചയായിട്ടും. വാല്യൂ അതാണ്. എന്താണെങ്കിലും എല്ലാരും വന്ന് അടിപൊളിയാകട്ടെ. പിന്നെ ഇപ്പൊ നമ്മൾ പലരും പ്രഡിക്റ്റ് ചെയ്യുന്നതല്ല. ഇപ്പൊ തന്നെ ഞങ്ങൾ തന്നെ ഒരുപാട് പേരുടെ പേര് പറഞ്ഞു. ഈ പ്രഡിക്റ്റിന് അപ്പുറം എന്തൊക്കെയുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതെ, ഇത്രയും വലിയൊരു കാസ്റ്റില് ദുൽഖറും കൂടെ വരേണ്ട കുറവേ ഉള്ളൂ. അത് വലിയൊരു ആഗ്രഹമാണ്. എനിക്കൊന്ന് മലയാളികളുടെ വേറൊരു വലിയൊരു ആഗ്രഹമാണ് മമ്മൂട്ടിയും ദുൽഖറും ഒരുമിച്ചുള്ള ഒരു സിനിമ. ഇതുവരെ ഇല്ല, ചെയ്യാൻ തോന്നുന്നില്ല. ഓക്കെ, എന്നാണെങ്കിലും അതും വരട്ടെ, അടിപൊളിയായിട്ട് സിനിമയൊക്കെ സൂപ്പർ ആയിട്ട്. അല്ലെങ്കിൽ മലയാള സിനിമ പ്രതിസന്ധി നേരിട്ട് കഴിഞ്ഞിട്ട് കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രതിസന്ധിക്ക് അപ്പുറം ചാടിക്കടക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നത് തീർച്ചയാണ്. അത് സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അതേ കാര്യം തന്നെ വേറൊരു കാര്യമാണ്. കടലിൽ അനുമതിയില്ലാതെ സിനിമാ ചിത്രീകരണം, ബോട്ടുകൾ പിടിച്ചെടുത്തു. കടലിൽ സിനിമ ചിത്രീകരിക്കുമ്പോൾ അനുമതി മേടിക്കണം. അത് ഇല്ലാതെ ഷൂട്ട് ചെയ്തതിന്റെ പേരിൽ ബോട്ടുകൾ പിടിച്ചെടുത്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. ചെല്ലാനം കടൽ ഭാഗത്ത് അനുമതിയില്ലാതെ സിനിമാ ചിത്രീകരണം നടത്തി 2 ബോട്ടുകൾ മറൈൻ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലെടുത്തു. നാവികസേന നടത്തുന്ന സീ വിജിൽ സുരക്ഷ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായുള്ള കടൽ പരിശോധനയിലാണ് അനധികൃത ബോട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഇവർ വൈപ്പിൻ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ വിവരം അറിയിക്കുകയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 മണിയോടെ വൈപ്പിൻ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം ബോട്ടുകളുമായി നടത്തിയ പരിശോധനയിലാണ് ഭാരതരത്ന, ഭാരത് സാഗർ എന്നീ പേരുകളിലുള്ള ബോട്ടുകൾ കസ്റ്റഡിയിലെടുത്തത്. 2 ബോട്ടുകൾ അനുമതിയില്ലാതെ സിനിമാ ചിത്രീകരണം നടത്തുന്നതിനുള്ള അനുമതി ഇവർക്കുണ്ടായില്ലെന്ന് അധികൃതർ പറഞ്ഞു. 2 ബോട്ടുകളിലായി 33 സിനിമാ പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത്. ഇവരാരും തന്നെ സുരക്ഷാ കവചം പോലും ധരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് വലിയ കേസ് ചെയ്തത്. അല്ലെങ്കിൽ അങ്ങനത്തെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മാത്രമേ നമ്മൾ ഇങ്ങനത്തെ എടുക്കാൻ പാടുള്ളൂ. അതെ, തീർച്ചയായിട്ടും വലിയ റിസ്ക് ഉള്ള കാര്യമാണ്. കടൽ എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും വിചാരിക്കാൻ പറ്റുന്ന കാര്യമില്ല. എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കാൻ സാധ്യതകളാണ്. അതെ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള റിസ്ക് എലമെന്റ്സ് ഒന്നും എടുക്കാതെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക, അല്ലേ?
അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ സ്വർണ്ണവില ഇങ്ങനെ ദിവസം പ്രതി കൂടും കുറയും അങ്ങനെയായിരുന്നു. ഇപ്പൊ അമേരിക്ക തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് സ്വർണ്ണവില കുറഞ്ഞിരുന്നു. അതായത് നമ്മുടെ ട്രംപ് അധികാരത്തിൽ വന്നപ്പോ സ്വർണ്ണവില ഒന്ന് കുറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോ വീണ്ടും സ്വർണ്ണവില ഒരു 3 ദിവസം കൊണ്ട് വർദ്ധിച്ചു. അതിന്റെ കാരണം വേറൊന്നുമല്ല, ഇപ്പൊ നമ്മുടെ ജോ ബൈഡൻ ആണല്ലോ അവിടെ ഇപ്പം ഭരണാധികാരി, പ്രസിഡന്റ്. അപ്പൊ അദ്ദേഹം നമ്മുടെ റഷ്യക്കെതിരെ US നിർമ്മിത മിസൈലുകൾ റഷ്യക്കെതിരെ ഉപയോഗിക്കാനായിട്ട് അദ്ദേഹം അനുമതി നൽകിയിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് യുദ്ധം കൂടുതൽ വഷളായായിരുന്നു. അപ്പം അതിന്റെ അടിസ്ഥാനത്തില് ഇപ്പൊ സ്വർണ്ണവില വർദ്ധിച്ചു വരുന്നത്. 3ാം ലോകയുദ്ധത്തിന്റെ ആരംഭമാണെന്നും തിരിച്ചടിക്കുമെന്നും റഷ്യ പറഞ്ഞതോടെ സുരക്ഷിത നിക്ഷേപം എന്ന തരത്തിലുള്ള വൻകിട നിക്ഷേപകരുടെ സ്വർണം വാങ്ങൽ വീണ്ടും സജീവമായി. രാജ്യാന്തര വിപണിയിൽ ട്രോയ് ഔൺസിന് $2,640 വില ഉയർന്നു. US ട്രഷറി ബോണ്ട് വരുമാനം കുറഞ്ഞതും തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുള്ള ഡോളർ ഇൻഡെക്സിന്റെ കുതിപ്പിന് താൽക്കാലിക വിരാമമായതും സ്വർണത്തിന്റെ ഡിമാൻഡ് കൂട്ടി. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം രാജ്യാന്തര വിപണിയിൽ 7% ഇടിവാണ് സ്വർണ്ണവിലയിലുണ്ടായത്. 2016 ട്രംപ് പ്രസിഡന്റായി വന്നതിന് ശേഷമുണ്ടായ ഇടിവിന്റെ അത്രയും തീവ്രത ഇത്തവണ ഉണ്ടാകുന്നില്ലെന്നാണ് വിപണിയിൽ നിന്നുള്ള സൂചന. അന്ന് 30 ദിവസങ്ങൾ കൊണ്ട് വില 9% ഇടിഞ്ഞു. ഇത്തവണ ബൈഡന്റെ നടപടി 2 ആഴ്ചയ്ക്കുള്ളിൽ വില ഇടിവിന് തടയിട്ടു. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനങ്ങളോടനുബന്ധിച്ച് സ്വർണ്ണവിലയിൽ വൻ ഇടിവുകൾ വിപണിയിൽ സാധാരണമാണ്. പുതിയ പ്രസിഡന്റിന്റെ നടപടികളിൽ പ്രതീക്ഷ വെച്ച് ഡോളർ കരുത്താർജിക്കുന്നതാണ് കാരണം. അപ്പം ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേനും സ്വർണ്ണവില ഒന്ന് താഴ്ന്നതായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മുടെ ബൈഡൻ ആവശ്യമില്ലാത്ത പരിപാടിയൊക്കെ ചെയ്ത് സ്വർണ്ണവില വീണ്ടും കൂടിയിരിക്കുകയാണ്. യുദ്ധങ്ങൾ സ്വർണ്ണവിലയെ ബാധിക്കും എന്ന് പറയുന്ന പോലെ. അതെ, തീർച്ചയായിട്ടും പല പ്രശ്നങ്ങളും ഇന്ത്യയിലെ കേരളത്തിലെ എല്ലാ വ്യവസായ സ്ഥാപനങ്ങളിലും ബാധിക്കും. ഈ ഒരു യുദ്ധം കാരണം പല പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് പറയുന്നത് ഞാൻ അധികാരത്തിൽ വന്നാൽ യുദ്ധം അവസാനിപ്പിക്കും എന്നുള്ള കാര്യം. അവസാനിപ്പിക്കട്ടെ, നല്ല കാര്യം. എന്നിട്ട് ആദ്യത്തെ ഇതെന്തായിരുന്നു? 3ാം ലോകമഹായുദ്ധത്തിന്റെ തുടക്കമാണ്. വെരി ഗുഡ്. ഇത് ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ട്രംപ് തന്നെ ഇത് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം 3ാം ലോകമഹായുദ്ധത്തിന്റെ തുടക്കമാണ്, അത് അവസാനിപ്പിക്കാൻ ഞാൻ പരിശ്രമിക്കുമെന്നാണ് പറയുന്നത്. പരിശ്രമിക്കട്ടെ. അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ് 18 കോടി കുട്ടികൾക്ക് പോഷകാഹാരക്കുറവ്. അപ്പൊ ചിന്തിക്കും 18 കോടി, ഇന്ത്യയിലാകെ ഇത്ര ജനങ്ങളെ ഉള്ളൂ, അതിനകത്ത് 18 കോടി ജനങ്ങൾ എന്നുള്ളത്. നമ്മൾ ലോകാരോഗ്യ സംഘടനയുടെ കാര്യമാണ് നിൽക്കുന്നത്. 2 വയസ്സ് മുതലുള്ള 1000 ദിനങ്ങൾ നിർണായകമാണ് കുട്ടികൾക്ക്. പാരീസിലാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് കേട്ടോ. താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളിലെ 3നും 4നും ഇടയിൽ പ്രായമുള്ള 4ൽ 3 കുട്ടികൾക്കും പോഷകാഹാരക്കുറവുണ്ടെന്നാണ് ലാൻസെറ്റ് പഠനം. ഇത്തരത്തിൽ 18.2 കോടി കുട്ടികളുടെ ആരോഗ്യകരമായ വളർച്ച നഷ്ടപ്പെടുന്നതായി കുട്ടികളുടെ ആരോഗ്യം സംബന്ധിച്ച് പ്രസിദ്ധീകരിച്ച പഠന പരമ്പരയിൽ പറയുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള പോഷകാഹാരക്കുറവ് വന്നിട്ടുണ്ട്. 2നും 5നും ഇടയിൽ പ്രായമുള്ള കുട്ടികളിലാണ് പഠനം നടത്തിയത്. 2 വയസ്സിന് ശേഷമുള്ള 1000 ദിവസങ്ങളാണ് പഠന വിധേയമാക്കിയത്. ഗർഭകാലം മുതൽ 2ാം പിറന്നാൾ വരെയുള്ള 1000 ദിനങ്ങൾ പോലെ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വികാസത്തിൽ പിന്നീടുള്ള 1000 ദിവസങ്ങളും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ ഇവർക്ക് മതിയായ പോഷകാഹാരമോ വിദ്യാഭ്യാസമോ ലഭിക്കുന്നില്ലെന്നാണ് പഠനം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് 2 വയസ്സിന് ശേഷമാണ് കുട്ടികളിൽ മാനസികമായും ശാരീരികമായുമുള്ള പലതരത്തിലുള്ള വളർച്ചകൾ വരുന്നത്. ആ ഒരു സമയത്ത് കൃത്യമായ പോഷകാഹാരം ലഭിക്കാത്തത് മൂലം പല കുട്ടികൾക്കും ഇത്തരത്തിലുള്ള പല അസുഖങ്ങളും വരുന്നുണ്ട്. മാത്രമല്ല മാനസികമായ ദൗർബല്യങ്ങൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ആരോഗ്യവും ഫിസിക്കലായിട്ടുള്ള ആരോഗ്യവും കുട്ടികൾക്ക് ഈ 2 വയസ്സിന് ശേഷം വരുന്ന 1000 ദിനങ്ങൾ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പലതും മനസ്സിലാക്കേണ്ടത്. പല എഡ്യൂക്കേഷനെ പറ്റി മനസ്സിലാക്കേണ്ടതൊക്കെ പല ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ സെക്സ് എഡ്യൂക്കേഷൻ അല്ല കേട്ടോ പറഞ്ഞത്. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ എല്ലാവരും പെട്ടെന്ന് അതാണോ ചിന്തിക്കും. അത്തരത്തിലുള്ള ചിന്തയല്ല ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, ഒരു കുട്ടിയുടെ നമ്മളിപ്പോൾ ഒരു സാഹചര്യത്തിൽ ഈ കുട്ടികളൊക്കെ വഷളാകുന്നു, കുട്ടികളൊക്കെ ഇങ്ങനെ അടിമകളാവുന്നു, അങ്ങനെ അടിമകളാവുന്നു, ഇല്ല കുട്ടികൾ വീട്ടിൽ ഇരിക്കുന്നു, കുട്ടികളുടെയൊക്കെ സ്വഭാവത്തിൽ ഭയങ്കര വൈകൃതങ്ങൾ വരുന്നു എന്നുള്ള സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ 2 വയസ്സ് തൊട്ട് കുട്ടികളിൽ പല മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകൾ ഏറുന്ന സമയമാണ്. ആ സമയത്ത് കഴിഞ്ഞ് കുട്ടികളെ സോഷ്യലാക്കുക അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടതും വേണ്ടാത്തതിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കേണ്ടതൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്. 2 മുതൽ 4 വയസ്സ് വരെ അല്ലെങ്കിൽ 4-5 വയസ്സ് വരെയുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം. കളിക്കാൻ പഠിപ്പിക്കണം, ആൾക്കാരുമായിട്ട് പെരുമാറാൻ പഠിപ്പിക്കണം, എങ്ങനെ സാഹചര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന് പഠിപ്പിക്കണം,
അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഈ 2 വയസ്സ്. അപ്പൊ നമ്മൾ വിചാരിക്കും ആ സാഹചര്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്ന് ഈ ചെറിയ പ്രായത്തിലാണോ പഠിപ്പിക്കേണ്ടതെന്ന് ചോദിക്കും. അതല്ല, അതാണ് നമ്മുടെ തെറ്റ്. കുട്ടികളെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഇപ്പൊ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല, അതായത് വലിയ സാഹചര്യങ്ങളെ പറ്റിയല്ല, ആ കുട്ടികളെ നേരിടുന്ന പല സാഹചര്യങ്ങളുണ്ട്, കുട്ടികളെ നേരിടുന്ന സാഹചര്യങ്ങളുണ്ട്. ഇല്ല ഒന്ന് പുറത്തു പോയി ഒരാളോട് സംസാരിക്കാൻ, നമ്മളിപ്പോ ഒരു കുട്ടീനെ പുറത്തു പോയി സംസാരിപ്പിക്കാൻ എനിക്ക് പേടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചാന്ന് പറഞ്ഞ് മടിയിലിരുത്തും. ആ ഒരു സാഹചര്യം അല്ല എപ്പോഴും നമ്മൾ അങ്ങനെയുള്ള കുട്ടികളെ ഓരോരോ ഡിഫറെന്റ് കൈൻഡാണ്. എന്നാൽ പോലും ഒരാളുടെ 4 ആളോട് പോയി സംസാരിക്കാൻ പഠിപ്പിക്കുന്നതൊക്കെ ഈ 3, 4, 5 വയസ്സുള്ള കുട്ടികളെ അതൊക്കെ പഠിപ്പിക്കണം, സോഷ്യലാക്കാൻ പഠിപ്പിക്കണം. മറ്റു കുട്ടികളൊക്കെ പല പ്രശ്നങ്ങൾ പറയും. അത് ഞാൻ പറയുന്നത് തന്നെ കുട്ടികളുടെ കൂടെ എങ്കിലും വിടണം. അറ്റ്ലീസ്റ്റ് കുട്ടികളുടെ എങ്കിലും വിടണം. അങ്ങനെ വിടാൻ ഇപ്പോഴത്തെ ആൾക്കാർ തയ്യാറാവില്ലല്ലോ. അതാണ് പ്രശ്നം. കുട്ടികളുടെ കൂടെ എങ്കിലും വിടാൻ നിങ്ങൾ ശ്രമിക്കണം. നമ്മള് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അടച്ചു പൂട്ടിയിട്ട് കുട്ടികളെ വളർത്തി കഴിഞ്ഞാലുള്ള മാനസിക വേദന. അതെ, പക്ഷെ ഞാൻ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോഷകാഹാരക്കുറവിനെ കുറിച്ചാണ് സംസാരിച്ചത്. റൂട്ട് മാറിപ്പോയി. അപ്പം ഇന്ത്യയിലടക്കമുള്ള ദാരിദ്ര്യ മൂലമാണ് ഇത്തരത്തിലുള്ള പോഷകാഹാരക്കുറവിന്റെ അപര്യാപ്തത വരുന്നത്. ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലാണ് ഇത്തരത്തിലുള്ള കൂടുതലായിട്ടുള്ള വരുന്നത്. അതിന് സർക്കാർ ഒരു നടപടി സ്വീകരിക്കണം, അല്ലേ? സർക്കാർ ഒരു നല്ല നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാലും കുട്ടികൾക്കെങ്കിലും, കാരണം ഭാവി തലമുറ നമ്മളല്ല പിള്ളേരല്ലേ, ഇപ്പോഴേ അവർക്ക് പോഷകാഹാരത്തിൽ കുറവുണ്ടെങ്കിൽ അത് പിന്നെ ഇപ്പൊ തന്നെ പലർക്കും ചെറിയ പ്രായത്തിൽ തന്നെ പല അസുഖങ്ങളും വരുവാണ്. ഇമ്മ്യൂണിറ്റി ശേഷി അങ്ങനത്തെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ കുറവുള്ള കുട്ടികളാണ്. ജസ്റ്റ് ഒന്ന് അടുത്തോടൊരു പനി പോയാൽ പെട്ടെന്ന് ബാധിച്ചത് ന്യൂമോണിയ വരെ എത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. മാത്രമല്ല നെഹ്റു ഇതിനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ, ഞാൻ അടുത്ത ജനാധിപത്യത്തെയാണ് കുട്ടികളിലൂടെ കാണുന്നെന്ന് പറയുന്നത്. അത്രയും വലിയ കാര്യമാണ്. കാരണം ഈ കുട്ടികളാണ് നാളെ നമ്മുടെ ഇങ്ങനെ വന്നിരിക്കേണ്ടത്, ഇവിടെ വന്നിരിക്കേണ്ടത് ഇങ്ങനെ. അതെ. അപ്പം അങ്ങനെ അത്തരത്തിലുള്ള പല അസുഖങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം ഒരു തടയേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അടുത്തൊരു ന്യൂസ് എന്ന് വെച്ചാൽ നമ്മുടെ ദൈവത്തിന്റെ ഇൻഫ്ലുവൻസർ ആയിട്ട് കാർലോ ന്യൂജൻ വിശുദ്ധൻ, അതായത് വിശുദ്ധ പദവി പ്രഖ്യാപനം ഏപ്രിലിൽ മാർപ്പാപ്പ നിർവഹിക്കും. അതായത് ഒരാളെ അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുണ്ട്. കത്തോലിക്ക വിശ്വാസം പ്രചരിപ്പിക്കാൻ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉപയോഗിച്ച കാർലോ അക്യൂട്സിനെ ഏപ്രിലിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിക്കും. ഇതോടെ മിലേനിയൽ കാലത്ത് ജനിച്ച ആദ്യ വിശുദ്ധനാകും കാർലോ. ലണ്ടനിൽ ജനിച്ച് മിലാനിൽ ജീവിച്ച കാർലോ ഗോഡ്സ് ഇൻഫ്ലുവൻസർ എന്നാണ് അറിയപ്പെടുന്നത്. ലാപ്ടോപ്പും സമൂഹ മാധ്യമങ്ങളും ജപമാലയും ജീവിതത്തിൽ സമന്വയിപ്പിച്ച് വിശ്വാസ പ്രചരണത്തിൽ പുതിയ പാത തുറന്നു. 2006 15-ാം വയസ്സിൽ രക്താർബുദം മൂലം മരിച്ചു. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ മേയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമിതി തീരുമാനിച്ചിരുന്നു. 2020 ഒക്ടോബർ 10-നാണ് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത്. ഈ നൂറ്റാണ്ടിൽ കത്തോലിക്ക സഭ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തവരിൽ പ്രായം കുറഞ്ഞയാളും ആദ്യ കമ്പ്യൂട്ടർ പ്രതിഭയുമാണ് അദ്ദേഹം. വെരി ഗുഡ്, നല്ലൊരു ന്യൂസ് അല്ലേ? അല്ലെങ്കിൽ ഫോണും സോഷ്യൽ മീഡിയയും മോശം കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്നുള്ള ഒരു പരാതി ഇതോടുകൂടി സോഷ്യൽ മീഡിയ അല്ല കമ്പ്യൂട്ടറും മൊബൈലും ഉപയോഗിച്ചൊരു വിശുദ്ധനുണ്ടെന്ന് പറയാലോ. വിശുദ്ധൻ ഉണ്ട്. പിന്നെ മരണത്തിലും ലാളിത്യം ആഗ്രഹിച്ച മാർപ്പാപ്പ. ജീവിതത്തിലെ ആഡംബരങ്ങൾ ഒഴിവാക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ മരണത്തിലും ലാളിത്യം ആഗ്രഹിക്കുന്നു. സൈപ്രസ്, ഓക്ക്, വാഗ മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച 3 പെട്ടികൾക്കുള്ളിലായി മാർപ്പാപ്പമാരെ അടക്കം ചെയ്യുന്ന ആചാരത്തിന് പകരം തനിക്ക് സാധാരണ തടിപ്പെട്ടി മതിയെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ദീർഘമായ പൊതുദർശനം, നീണ്ട അന്ത്യോപചാര ചടങ്ങുകൾ ഇവയൊന്നും വേണ്ടതും നിർദ്ദേശത്തിലുണ്ട്. 88 വയസ്സായ മാർപ്പാപ്പയെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിലും അടുത്തിടെ ദീർഘമായ വിദേശ സന്ദർശനങ്ങൾ നടത്തി സജീവമായി. മുൻ മാർപ്പാപ്പമാരെ അടക്കം ചെയ്യുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് പകരം റോമിലെ സെന്റ് മേരി മേജർ പള്ളിയിൽ അടയ്ക്കാൽ മതിയെന്ന് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. അപ്പൊ എല്ലാരിൽ നിന്നും ഒരു വ്യത്യസ്തനാണ് മാർപ്പാപ്പ. കാരണം മാർപ്പാപ്പമാരും വിശുദ്ധന്മാരാണെന്നാണ്, എല്ലാവരും അല്ല പലരും വിശുദ്ധന്മാരാണ്. സൈപ്രസ്, ഓക്ക്, വാഗ മരത്തടി കൊണ്ട് നിർമ്മിച്ച 3 പെട്ടിക്കുള്ളിലായിരുന്നു ഇവരെ അടക്കം ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും വേണ്ട, സാധാരണ ഇത് മതിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പം ഒരു വ്യത്യസ്തനായിട്ടുള്ളൊരു ആള് തന്നെയാണ് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ. അടുത്തത് ക്ഷേത്രമാണെന്ന അവകാശവാദം. സംബാൽ മസ്ജിദിൽ സർവേ തുടങ്ങി. ഇന്ത്യയിൽ ഇപ്പം ഒരു സീരിയസ് ആയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. സീരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പല മുസ്ലിം മസ്ജിദുകളും ഹിന്ദു ക്ഷേത്രമാണെന്നുള്ള അവകാശവാദം ഉയർത്തി അത് തകർക്കുക, അല്ലെങ്കിൽ പരിശോധന നടത്തുക, ബാബരി മസ്ജിദൊക്കെ പോലെ. അപ്പം അത്തരത്തിലുള്ള ഒരു ന്യൂസ് തന്നെയാണ് വീണ്ടും വന്നിരിക്കുകയാണ്. UP-യിലാണ് സംഭവം.
ഓക്കെ, സന്തോഷമായി. അവിടെയാണല്ലോ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. യു പി വേറൊരു ന്യൂസ് ഉണ്ടായിരുന്നു. യു പി ഏറ്റവും നല്ല പ്രധാനമന്ത്രിക്കുള്ള അവാർഡ് യു പിയിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിക്കുള്ള അവാർഡ് യു പിയിലെ മുഖ്യമന്ത്രിക്ക് കൊടുക്കണമെന്നൊക്കെ ഉള്ള ഒരു ന്യൂസ് ഒക്കെ കേട്ടായിരുന്നു. അപ്പോൾ എല്ലാം പോയിട്ട് നമുക്ക് ഈ ന്യൂസിലേക്ക് കിടക്കാം. യു പിയിലെ പ്രമുഖ മസ്ജിദായ സംബാൽ ജുമാ മസ്ജിദിൽ സർവേ നടത്തി. ബാബറിന്റെ കാലത്ത് ക്ഷേത്രം തകർത്താണ് പള്ളി നിർമ്മിച്ചതെന്ന ഹിന്ദു വിഭാഗത്തിന്റെ അവകാശവാദത്തിന് പിന്നാലെയാണ് സർവേ നടത്താൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സാമുദായിക സംഘർഷം നിലനിൽക്കുന്ന മേഖലയാണ് സംബാൽ മസ്ജിദ് ഇരിക്കുന്ന പ്രദേശം. ഇവിടം ഹരിഹർ ക്ഷേത്രമായിരുന്നുവെന്നും അത് തകർത്താണ് പള്ളി നിർമ്മിച്ചതെന്നും കാണിച്ച് 2 വ്യക്തികളാണ് ജില്ലാ കോടതിയെ സമീപിച്ചത്. കൃഷ്ണ ജന്മഭൂമി ഗ്യാൻവാബി വിഷയത്തിലും ഇവർ ഹർജി നൽകിയിട്ടുണ്ട്. ഹർജി പരിഗണിച്ചതിന് പിന്നാലെ കോടതി സർവേ നടത്താൻ അഡ്വക്കേറ്റ് കമ്മീഷൻ നിയോഗിച്ചിരുന്നു. തുടർന്ന് കമ്മീഷന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു. പള്ളിക്ക് പുറത്ത് മുദ്രാവാക്യങ്ങൾ ഉയർത്തി നിൽക്കുന്ന നിരവധി പേർ പ്രതിഷേധിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതിയുടെ ഉത്തരവ്. ഇവിടം ആരാധനാലയമാണെന്നും കൽക്കി അവതാരം ഇവിടെ ഉടലെടുക്കുമെന്നാണ് ഹിന്ദു വിഭാഗത്തിന്റെ വാദം. ഓക്കെ, എന്താണെങ്കിലും സോറി, ഞങ്ങൾ സോറി. ഓക്കെ, എന്താണെങ്കിലും ഇതിനകത്ത് അഭിപ്രായമൊന്നും എനിക്കില്ല. കുട്ടിക്ക് എന്തെങ്കിലും അഭിപ്രായം എന്ത് പറയാ, അതായത് ഇങ്ങനെ അതായത് മുസ്ലിം പള്ളി അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ അതിനെ തകർത്ത് അത് ഹിന്ദു ആണ് എന്ന് പറയേണ്ട ആവശ്യകതയൊന്നും തന്നെ ഇല്ല. ഇപ്പൊ നമ്മൾ തിരിച്ചാണ് ചെയ്യുന്നതെങ്കിലോ, അതായത് തിരിച്ചു ചെയ്തതാണല്ലോ ഇവർ അവകാശപ്പെടുന്നത്. അത് ഭയങ്കര പ്രശ്നമാവത്തില്ലേ? അതെ, തീർച്ചയായിട്ടും പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മുടെ മുംബൈയിലെ കാര്യം പറഞ്ഞപ്പോ ഫോട്ടോസ് വന്നു കേട്ടോ. ഇത് വെച്ചാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഷാരൂഖ് ഖാനും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു, സച്ചിൻ തെണ്ടുൽക്കർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവര് മാത്രം വന്നിട്ടുണ്ടോ? കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. ഓക്കെ, മറ്റേ അടുത്ത് പ്രധാനപ്പെട്ട വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ വാർത്ത കേട്ടോ. നേരത്തെ നമ്മൾ തുടക്കം കുറിച്ച വാർത്ത അവസാനം കുറിക്കാൻ ഓർക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓക്കെ, കാലാവസ്ഥാ വ്യതിയാന പ്രകടന സൂചിക ഇന്ത്യ പിന്നോക്കം പോയിരിക്കുകയാണ്. ആദ്യ 10 ഇപ്പോഴും തുടരുന്നു. കാലാവസ്ഥാ വ്യതിയാന പ്രകടന സൂചികയിൽ ഇന്ത്യ 2ാം സ്ഥാനം പിന്നോട്ട്. എന്നാൽ 63 രാജ്യങ്ങളുമായി പട്ടികയിൽ ആദ്യ 10 തുടരുന്നുണ്ട്. ജർമ്മൻ വാച്ച്, ന്യൂ ക്ലൈമറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ക്ലൈമറ്റ് ആക്ഷൻ നെറ്റ്വർക്ക് ഇന്റർനാഷണൽ എന്നിവ ചേർന്ന കാലാവസ്ഥാ വ്യതിയാന പ്രകടന സൂചിക തയ്യാറാക്കിയിരിക്കുന്നത്. കാർബൺ പുറന്തള്ളൽ, പുനരുപയോഗം, കാലാവസ്ഥാ നയം എന്നിവയിലുള്ള മാറ്റം വിലയിരുത്തിയാണ് പട്ടിക നടത്തിയിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിലും മറ്റ് 63 രാജ്യങ്ങളിലുമാണ് ആഗോളതലത്തിലുള്ള ഹരിതഗ്രഹ വാതകങ്ങളുടെ പുറന്തള്ളലിന്റെ 90% നടക്കുന്നത്. ഇന്ത്യ ഈ വർഷത്തിൽ പട്ടികയിൽ 10ാം സ്ഥാനത്താണ്. ഇന്ത്യയുടെ കാലാവസ്ഥാ നയത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും വികസനത്തിൽ കേന്ദ്രീകരിക്കുന്നതിൽ നയങ്ങൾ മാറ്റം വരുത്താതെ തുടരാനോ തീവ്രമാകാനോ ആണ് സാധ്യതയെന്നും CCPI റിപ്പോർട്ട് പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ മികച്ച പോരാട്ടം നടത്തുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ മികച്ച പോരാട്ടം നടത്തുന്ന രാജ്യങ്ങളില്ലാത്തതിനാൽ പട്ടികയിലെ ആദ്യ 3 സ്ഥാനങ്ങൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ 3 രാജ്യങ്ങളെ ഇല്ലെന്നാണ്. ആദ്യത്തെ 1, 2, 3 കൊടുക്കാൻ സ്ഥാനങ്ങളില്ല. പിന്നെ 4, 5, 6, 7, 8, 9, 10 അങ്ങനെയാണ് വരുന്നത്. 10 നമ്മളുണ്ട്. അതായത് ഒരു 7ാം സ്ഥാനത്ത് നമ്മളുണ്ട്. സ്ഥാനം വെച്ച് നോക്കിയാണ് ഇല്ലല്ലോ. അപ്പോഴത്തേക്കും 7ാമതായിട്ട് നമ്മളുണ്ട്. 78.37 പോയിന്റ് നേടിയ ഡെൻമാർക്കാണ് പട്ടികയിൽ 4ാമതും രാജ്യങ്ങളിൽ 1ാമതും. അതായത് 4ാം സ്ഥാനത്ത് നിൽക്കുന്നതും എന്നാൽ എണ്ണം നോക്കിയാൽ 1ാമത് നിൽക്കുന്നതും ഡെൻമാർക്കാണ്. ഇന്ത്യക്ക് 67.99 പോയിന്റ് ആണ് ഉള്ളത്. റഷ്യ, UAE, സൗദി അറേബ്യ, ഇറാൻ എന്നീ രാജ്യങ്ങളാണ് പട്ടികയിൽ അവസാനം. ഈ രാജ്യങ്ങളുടെ പേര് ശ്രദ്ധിച്ചോ? റഷ്യ, UAE, സൗദി അറേബ്യ, ഇറാനിലൊക്കെ വളരെ രൂക്ഷമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് അവസാനത്തെ പേരിൽ തന്നെ വന്നു. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില രാജ്യങ്ങളൊന്നും ഈ പട്ടികയിലേ ഇല്ല. അതെ, ഓക്കെ, അങ്ങനത്തെ ഒരു എടുത്തു പറയേണ്ട കാര്യമുണ്ട്. എന്താണെങ്കിലും അതിനെല്ലാം ഒരു മാറ്റം വരട്ടെ. ഞാൻ പറഞ്ഞ പോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മഴ, പിന്നെ വെയില്, പിന്നെ മഞ്ഞ്, പിന്നെ പൊടി, ഇങ്ങനത്തെ പല കാര്യങ്ങളും കാലാവസ്ഥയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. ഇല്ലെങ്കിൽ ഫാക്ടേഴ്സാണ്. മാലിന്യം കുമിഞ്ഞുകൂടുന്ന യമുന നദിയുടെ ദൃശ്യമൊക്കെ ഡൽഹിയിൽ വൈറലാവുകയാണ്. ഇത്തരത്തിലുള്ള പല സാഹചര്യങ്ങളും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അതിനെല്ലാം ഒരു തടയിടട്ടെ, വേറൊന്നും പറയാനില്ല.
ഇതിനൊക്കെ സർക്കാർ തന്നെ എന്തെങ്കിലും ചെയ്യട്ടെ. ടൂർ ചെയ്തോണ്ടിരിക്കല്ലേ, അതെ. ടൂറൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് എന്തെങ്കിലും ചെയ്യട്ടെ. പതുക്കെ വരട്ടെ. അതെ, ഓക്കെ. അതുവരെ അത് നമ്മൾ പറഞ്ഞപ്പോഴാണ് നമ്മുടെ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നായിരുന്നു. ഓർക്കുന്നുണ്ട്. അപ്പോ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് 100-ലേറെ മാതൃകകളിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള വീട് നമുക്ക് തിരഞ്ഞെടുക്കാം. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ അനുവദിക്കുന്ന വീടുകളുടെ രൂപകൽപ്പന തിരഞ്ഞെടുക്കാൻ ഇനി ഉപഭോക്താവിനും അവസരം. സർക്കാർ നിർദ്ദേശിക്കുന്ന സ്ഥിരം ശൈലിക്ക് പകരം സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറാക്കിയ 100-ലേറെ പ്ലാനുകളിൽ നിന്ന് ഉപഭോക്താവിന് ഇഷ്ടമാതൃക തിരഞ്ഞെടുക്കാമെന്ന് കേന്ദ്ര ഗ്രാമീണ വികസന മന്ത്രാലയം അറിയിച്ചു. PMY കൂടുതൽ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായി ഉപഭോക്താവിന് നേരിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിന് മൊബൈൽ ആപ്പ് ആവാസ് പ്ലസ് 2024 മന്ത്രാലയം പുറത്തിറക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടനിലയില്ലാതെ അപേക്ഷിക്കാൻ ആപ്പ് അവസരമൊരുക്കുന്നു. അപ്പൊ നമുക്കിനി വീട് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഇഷ്ടമുള്ള വീട് നമുക്ക് സ്വന്തമായിട്ട് സെലക്ട് ചെയ്ത് താമസിക്കാം എന്നാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ. അതായത് 100-ലേറെ മാതൃകയുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പാണോ ഇഷ്ടപ്പെടുന്നത് അതെടുക്കുക, എന്നിട്ട് ഇഷ്ടംപോലെ അങ്ങോട്ട് ജീവിക്കുക. അതെ അതെ അതെ, നല്ല പ്ലാൻ, നല്ല പ്ലാൻ നടന്നാ മതി. അതെ അല്ലേ? അതെ. ഒരു കാര്യം നമുക്ക് ന്യൂസിലോട്ട് സ്പോർട്സിലോട്ട് പോയാലോ? സ്പോർട്സിൽ നമ്മൾ ഓൾറെഡി ഒരെണ്ണം പറഞ്ഞിരുന്നു. അതെ, നമ്മുടെ മിശിക വരുന്നു. അടുത്തത് റാങ്കിങ്ങിൽ കുതിച്ച് തിലക്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2020 ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ വൻ കുതിപ്പുമായി ഇന്ത്യൻ താരം തിലക് വർമ്മ 69 സ്ഥാനം കയറി താരം 3-ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തി. തിലക് വർമ്മയുടെ വരവോടെ 2-ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് ഒരു സ്ഥാനം താഴേക്കിറങ്ങി 4-ാമനായി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിൽ തിലകിനൊപ്പം തിളങ്ങിയ മലയാളി താരം സഞ്ജു സാംസൺ 17-ാം സ്ഥാനത്തും എത്തിയിട്ടുണ്ട്. ഒരു തെറ്റുണ്ട് കേട്ടോ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിൽ തിലകിനൊപ്പം തിളങ്ങിയ മലയാളി താരം സഞ്ജു സാംസൺ 17-ാം സ്ഥാനം മെച്ചപ്പെടുത്തി 22-ാം സ്ഥാനത്തെത്തി. 17-ാം സ്ഥാനം മെച്ചപ്പെടുത്തി 22-ാം സ്ഥാനത്തെത്തിയെന്നോ? അതാണ് എനിക്ക് മനസ്സിലാത്തത്. അവരുടെ മിസ്റ്റേക്ക് ആയിരിക്കും. 17-ാം സ്ഥാനം മെച്ചപ്പെടുത്തി 22-ാം സ്ഥാനത്തെത്തി. അത് അനൂപിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അനൂപ് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറയാ. അനൂപ് ഭയങ്കര സ്പോർട്സിന്റെ ആളാണ്, അതുകൊണ്ട് അവനത് വ്യക്തമായിട്ട് ശ്രദ്ധിക്കുന്നു. സ്പോർട്സ് എഡിറ്റർ എന്റെ മിസ്റ്റേക്ക് അല്ല, പത്രത്തിന്റെ മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഓക്കെ, എന്താണെങ്കിലും അത് പോട്ടെ. ഇന്ന് ഏത് പത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, എന്റെ മിസ്റ്റേക്ക് ആണെങ്കിൽ പറഞ്ഞു തന്നോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, പിന്നെ അടുത്തതാണ് നമ്മുടെ നദാൽ ഒഴിഞ്ഞു എന്ന് പറഞ്ഞ്. ഓക്കെ, എന്ത് പറ്റി? പുള്ളിയുടെ അവസാനത്തെ മത്സരം പൂർത്തിയാക്കി പുള്ളി ഇറങ്ങുകയാണ്. സ്വന്തം നാട്ടിൽ നെതർലൻഡ്സിനെതിരെ ഡേവിസ് കപ്പ് പ്രീ ക്വാർട്ടറിൽ സ്പെയിൻ പരാജയപ്പെട്ടതോടെ ടെന്നീസിൽ നിന്നും ഒരു ഇതിഹാസം കൂടിക്കൊഴിഞ്ഞു. 2 പതിറ്റാണ്ടോളം കോർട്ടിൽ നിന്ന് നിറഞ്ഞു നിന്ന ബിഗ് 3കളിൽ ഒരാൾ റാഫേൽ നദാൽ. ഇടം കൈ കൊണ്ട് തൊടുക്കുന്ന താരത്തിന്റെ സ്വതസിദ്ധമായ പവർഫുൾ ഫോർഹാൻഡ് ഷോട്ടുകൾ കാണാമറയത്തായിട്ട് കാലമേറെയായി. പരിക്കും പ്രായവും അലട്ടാൻ തുടങ്ങിയതു മുതൽ അതിവേഗ ഷോട്ടുകൾ പലതും ഓർമ്മകളിൽ തന്നെയാണ്. കഴിഞ്ഞ 1.5 വർഷത്തോളമായി യഥാർത്ഥ നദാലിന്റെ നിഴൽ പോലും കളത്തിൽ കാണാനാകുന്നില്ല. ഇന്നലെ ഡേവിസ് കപ്പ് പോരാട്ടത്തിലെ സ്പെയിന്റെ സിംഗിൾസ് പോരാട്ടത്തോടെ കോർട്ടിലെ ഇതിഹാസത്തിന്റെ സാന്നിധ്യം പോലും മറഞ്ഞിരിക്കുന്നു. ഇനി സൈഡ് ലൈനിൽ മുൻ താരമായി തികഞ്ഞ ആസ്വാദകനായി നദാലും ഇരുപുറപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സിംഗിൾസ് പോരാട്ടത്തിൽ നെതർലൻഡ്സിന്റെ ബോട്ടിക് വാൻഡെ സാൻഡസ്കൾപ്പ് ആണ് നദാലിനെ തോൽപ്പിച്ചത്. നേരിട്ടുള്ള സെറ്റുകൾക്കായിരുന്നു തോൽവി. സ്കോർ 6-4, 6-4. നദാല് പോയെന്ന് ഞങ്ങളുടെ സ്പോർട്സ് എഡിറ്ററിനൊരു വിഷമമായിട്ടുണ്ട്. എന്താണെങ്കിലും കുഴപ്പമില്ല സാർ, നമുക്ക് നല്ല കളിക്കാര് ഉടനെ വരും. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ഒരു പെൺ കായികം. നമ്മൾ സ്ത്രീകളുടെ കായികത്തെ പറ്റി പറയാറില്ല. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമായ ഹോക്കിയിൽ വീണ്ടും സ്വർണത്തിൽ മുത്തമിട്ട് ചാമ്പ്യന്മാരായി ഇന്ത്യ. ചൈനയെ കീഴടക്കി ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യ ചാമ്പ്യന്മാരായി. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഇന്ത്യൻ വനിതകൾ ചൈനയ്ക്ക് മേൽ വെണ്ണിക്കൊടി പറിച്ചത്. 31-ാം മിനിറ്റിൽ ദീപികയാണ് വിജയ ഗോൾ നേടി കിരീടം നിലനിർത്തുന്നതിന് ഇന്ത്യയെ പിന്തുണച്ചത്. ആകെ 11 ഗോൾ നേടിയ ദീപിക ടൂർണമെന്റിലെ താരവുമായി. മലേഷ്യയെ 4-1 കീഴടക്കി ജപ്പാൻ 3-ാം സ്ഥാനക്കാരായി. ചൈന 2-ാം സ്ഥാനത്തായിരിക്കും അപ്പൊ അല്ലേ? അതെ, തീർച്ചയായും. ഇത് 3-ാം തവണയാണ് ഇന്ത്യ വനിതാ ഹോക്കിയിൽ ഏഷ്യൻ ചാമ്പ്യന്മാരാകുന്നത്. 3 വട്ടം ചാമ്പ്യന്മാരായിട്ട് എപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞു? അതാണ് നമ്മുടെ പ്രശ്നം. അതായിരിക്കും അല്ലേ? വനിതകളായതുകൊണ്ടാണോ? ഇനി വനിതകളുടെ ഗെയിംസ് ആയതുകൊണ്ടായിരിക്കാം. ഒരുപക്ഷെ
പല ഗെയിമുകളും വലിയ ആഘോഷമാകുമ്പോൾ, പല താരങ്ങളും ഗോൾ നേടിയതും വലിയ ആഘോഷമാക്കുമ്പോൾ സ്ത്രീകളുടെ സ്പോർട്സിനെ ഇപ്പോഴും വിലമതിക്കുന്നില്ല. മാറ്റങ്ങളുടെ തുടക്കമായിരിക്കാം. ഇപ്പൊ ഇത് തന്നെ ഒരു ന്യൂസിന്റെ ഏറ്റവും താഴെയാണ്. ഓക്കെ, ഏഷ്യൻ ചാമ്പ്യന്മാരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡമായ ഏഷ്യയിലെ ഗെയിംസില് നമ്മുടെ ഹോക്കിയില് സ്വർണം കപ്പ് നേടിയപ്പം നമ്മളാരും മിണ്ടാതെ, അല്ലെങ്കിൽ നമ്മളാരും അറിയാത്തതെന്ന് പറഞ്ഞാൽ ഒരു ഷെയിമാണോ ചോദിച്ചാണ്. അതെ, ഷെയിം തന്നെയാണ്. കാരണം നമ്മൾ പാരീസിലെ കാര്യങ്ങളൊക്കെ ലൈവ് ന്യൂസ് കൊടുത്തോണ്ടിരുന്നതായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇത് സ്ത്രീകളുടെ ആണോന്ന് അറിയില്ല, എന്താണെങ്കിലും ഒരു പുരോഗമനത്തിന്റെ സ്റ്റാർട്ടിങ് ആയിരിക്കാം ഇത്. ഇത് തുടങ്ങിയാൽ തന്നെ ഇവിടെ എത്തും, എല്ലാ പേജുകളുടെ ഫ്രണ്ടിലെത്തും. അങ്ങനെ എത്തണം, അതാണല്ലോ മാറ്റങ്ങളുടെ തുടക്കം. എന്താണെങ്കിലും ഇന്ത്യൻ ടീമിന് അനുമോദനങ്ങൾ. ഇനി ഇന്ത്യ ഓസ്ട്രേലിയ ഒന്നാം ടെസ്റ്റ് നാളെ പെർത്തില്. മത്സരം നാളെ രാവിലെ 7:50 മുതലാണ്. രാജ്യാന്തര ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച 2 ടീമുകളുടെ പോരാട്ടം. ബോർഡർ ഗവാസ്കർ ടെസ്റ്റ് പരമ്പരയെ ഒറ്റ വരിയിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം: ഇരു ടീമുകളുടെയും സമീപകാല പ്രകടനങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടില്ലെങ്കിലും നേർക്കുനേർ വരുമ്പോഴെല്ലാം ഏറ്റവും മികച്ച പോരാട്ടം തന്നെയാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും ഓരോ തവണയും നടത്താറുള്ളത്. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ബർത്ത് എന്ന ലക്ഷ്യം കൂടി മുന്നിലിരിക്കെ ഈ പോരാട്ട വീര്യം കൂടുതൽ കരുത്താർജിക്കും. 5 മത്സര പരമ്പരയിൽ ആദ്യത്തേത് നാളെ ഇന്ത്യൻ സമയം രാവിലെ 7:50 പെർത്ത് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ആരംഭിക്കും. മത്സരം സ്റ്റാർ സ്പോർട്സ് ചാനലിലും ഹോട്ട്സ്റ്റാറിലും ഒക്കെ തത്സമയമായിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ ഗില്ല് വന്നേക്കുമെന്ന് പറയുന്നുണ്ട്. ഇടത് തള്ളവിരലിന് പരിക്കേറ്റ ബാറ്റർ ശുഭ്മൻ ഗില്ല് ഒന്നാം ടെസ്റ്റിൽ കളിക്കുന്ന കാര്യം മത്സര ദിവസം രാവിലെ മാത്രമേ തീരുമാനിക്കൂവെന്ന് ഇന്ത്യൻ ബോളിംഗ് പരിശീലകൻ മോർണി മോർക്കൽ അറിയിച്ചിട്ടുണ്ട്. പരിശീലനത്തിനിടെ പരിക്കേറ്റ ഗില്ലിന് ഒന്നാം ടെസ്റ്റ് നഷ്ടമാകുമെന്ന റിപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഗില്ലിന്റെ പരിക്ക് ഭേദമാകുന്നുണ്ടെന്നും മത്സര ദിവസം രാവിലെ ഫിറ്റ്നസ് ഉറപ്പിക്കാൻ അവസരം കൊടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം കളിക്കാൻ വരും എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്നത്തെ ഏകദേശം പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ഇന്ന് വളരെ ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത് അല്ലേ? പക്ഷെ ഞങ്ങൾ 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വാർത്തകൾ വായിച്ചു. ക്ഷമാപണം നടത്തുന്നു താമസിച്ചതിന്. പല കാര്യങ്ങളും ഇവിടെ ഫാക്ടറായിട്ടുണ്ട്. നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ പ്രശ്നങ്ങളല്ല, നമുക്ക് കുറെ ഫാക്ടറുകളുണ്ട്. എല്ലാം കൂടെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ലേറ്റ് ആയത്. അതിന് സോറി. നാളെ തൊട്ട് കൃത്യമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും. ഞാൻ കുറച്ച് ദിവസം ലേറ്റ് ആവുമായിരിക്കും, എന്നാലും കുഴപ്പമില്ല, എത്തും. ഞാൻ അടുത്ത മാസം മുതൽ ഞാൻ എന്തായാലും സ്ഥിരമായിട്ടുണ്ടായിരിക്കും. ആണോ? ഞാൻ എത്തുന്നതായിരിക്കും അല്ലേ? ഓക്കെ. അപ്പോ തൽക്കാലം ഞങ്ങൾ ഇന്നത്തേക്ക് ഇവിടെ പറയുകയാണ്. ഇപ്പൊ നാളെ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റ.